ഇന്ന് ഗുരുജയന്തി സന്ദേശം നമ്മോട് അറിയിക്കുന്നതിനായി സംഘടനയുടെ ജനറൽ സെക്രട്ടറി ശ്രീ അജിത് കുമാർ വി എ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സദ്ഗുരേശൻ. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരുവേ നമ. ടീച്ചർ നേരത്തെ ഇത് ചൊല്ലിയിരുന്നു. അപ്പം ഗുരു വിഷ്ണുവാണ്, ഗുരു ശിവനാണ്, ഗുരു ബ്രഹ്മമാണ്, ബ്രഹ്മാവാണ്. ഇതെല്ലാം ഉപരിയായി ഗുരു സാക്ഷാൽ പരബ്രഹ്മമാണ്. അതുകൊണ്ട് ഞാൻ ബ്രഹ്മത്തെ നമസ്കരിക്കുന്നു എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഇതേപോലെ തന്നെ ഈശ്വരനും ഗുരുവും ഈശ്വരനും ഒരുമിച്ച് വന്നാൽ ഞാൻ ഗുരുവെ ആദ്യം വണങ്ങും എന്നും ആചാര്യന്മാരിൽ നമ്മുടെ തിരുവള്ളൂർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗുരുവിൻ്റെ പ്രാധാന്യം. ഗുരു എന്ന് പറഞ്ഞാൽ ഇരുട്ടിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഇരുട്ടിനെ മാറ്റുന്നത് എന്നാണ് വാക്കിനർത്ഥം. ഇവിടെ പ്രകാശം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മുടെ വിശിഷ്ട അതിഥി ചോദിക്കുകയുണ്ടായി. പ്രകാശം എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്. ഈ ജ്ഞാനത്തെ സ്വാംശീകരിക്കാനാണ് നമ്മൾ ഗുരു എന്ന് പറയുന്ന മാധ്യമത്തെ ഉപയോഗപ്പെടുത്തുന്നത്. ഗുരുവിൻ്റെ ഓരോ വാക്കും സത്യമാണ്. അത് ബ്രഹ്മത്തെ അറിയാനുള്ള, അല്ലെങ്കിൽ ബ്രഹ്മത്തിലേക്ക് നമ്മളെ ജീവനെ സാക്ഷാത്കരിക്കുവാനുള്ള ഒരു മാർഗമാണ്. ഇന്നത്തെ ഗുരുവാണിയായിട്ട് അറിയാതെയോ നമ്മുടെ ആ കുട്ടി സെലക്ട് ചെയ്തത് ഗുരു സനാതനധർമ്മം എന്താണെന്ന്, അതിനെ എവിടെ തെറ്റു വന്നിരിക്കുന്നു എന്നും പറയുന്ന ഒരു പോർഷനാണ്. സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ, സനാതനം എന്ന് പറഞ്ഞാൽ സ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് കൂടിയുള്ളത്, സന്തോഷം അല്ലെങ്കിൽ സസന്തോഷം. അപ്പം ആ ഒന്നിനെയോ കൂടുതലുള്ളത് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം എപ്പോഴും നൂതനമായിട്ടിരിക്കുന്നത് എന്നാണ്, അതായത് അപ്ഡേറ്റായിരിക്കുക എന്നുള്ളതാണ്. അതിനെയാണ് സനാതനം എന്ന് പറയുന്നത്. സനാതനം എന്ന് പറയുന്നത് ഹിന്ദുത്വമല്ല. ഹിന്ദുത്വം എന്ന് പറയുന്നൊരു മതമില്ല യഥാർത്ഥത്തിൽ. ഹിന്ദു എന്ന് പറയുന്നത് ഒരു ദേശത്തിൻ്റെ, സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് പറയുന്നൊരു വാക്കാണ്. മതം എന്ന് പറയുന്ന വാക്കിന് അഭിപ്രായം എന്നാണ് അർത്ഥം. അപ്പം ക്രിസ്തുവിൻ്റെ വാക്ക്, ക്രിസ്തുവിൻ്റെ സാക്ഷാത്കാര മാർഗം ഗുരുവായി സ്വീകരിച്ച് പ്രവർത്തിക്കുന്നവരെ ക്രിസ്തു മതക്കാരെന്ന് പറയും. അത് കണക്ക് മുസ്ലിം മതം, ഇസ്ലാം, നബി തിരുമേനിയുടെ ആ സാക്ഷാത്കാരത്തിന് പറഞ്ഞിരിക്കുന്ന നിബന്ധനകൾ പാലിച്ച് ആ മതത്തെ, ആ അഭിപ്രായത്തെ സ്വീകരിച്ചവരെ ഇസ്ലാം മതക്കാർ എന്ന് പറയാം. അങ്ങനെ പറയുമ്പം ഹിന്ദു എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു മതം, അങ്ങനെ അഭിപ്രായം നിലനിൽക്കുന്നില്ല. അപ്പോൾ സനാതനം എന്ന് പറഞ്ഞാൽ അത് ആർഷഭാരതത്തിൻ്റെ ഏകമൂലമായിട്ടുള്ള ഒരു തത്വമാണ്. എപ്പോഴും നൂതനമായിരിക്കുന്നത്, അതായത് അപ്ഡേറ്റ് ആയിരിക്കുക. നമ്മുടെ ഏറ്റവും നമ്മുടെ ഏറ്റവും പുതിയ ആൾക്കാർ പറയുന്നതാണ് എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കുക. ശാസ്ത്രത്തിലും സയൻസിലും ടെക്നോളജിയിലും ഒക്കെ അപ്ഡേറ്റ് ആയിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ഞാൻ ഇപ്പോഴത്തെ ഒരു സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ലോകത്തുള്ള ഏത് കാര്യത്തെക്കുറിച്ചും നമുക്കറിയാൻ പറ്റും. ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ, ഇന്നത്തെ പിള്ളേരോട് ചോദിച്ചാൽ അത് പറയും, അതൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, അറിയാമെന്ന് പറയും. ഇതിനെ നമ്മുടെ സനാതനമായ രീതിയിൽ ഗുരുവിൻ്റെ വാക്കിൽ പറഞ്ഞാൽ, എന്തിനെക്കുറിച്ച് നാം അറിയണമെന്ന് ആഗ്രഹിക്കുന്നോ അതിനെക്കുറിച്ച് ധ്യാനം ചെയ്യുന്ന സമയത്ത് ആ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട അറിവുകളെല്ലാം അതായത് പരമാത്മാവിൽ നിന്നും ജീവാത്മാവ് സ്വാംശീകരിക്കുന്ന ആ കർമ്മത്തെയാണ് ജ്ഞാനമാർഗം എന്ന് പറയുന്നത്. ഈ ജ്ഞാനം ഇപ്പോഴുള്ളതല്ല. ആർഷഭാരത സംസ്കാരത്തിൽ, ഭാരതത്തിൻ്റെ സംസ്കാരത്തിൽ വളരെ വളരെ പണ്ട് തന്നെ, അതായത് ആയിരക്കണക്കിന്, അതായത് 2000 വർഷത്തെ പാരമ്പര്യമാണ് ക്രിസ്തു മതത്തിനുള്ളത്. 1500-1600 വർഷത്തെ പഴക്കമാണ് മുസ്ലിം അല്ലെങ്കിൽ നബി തിരുമേനിയുടെ ആ അറിവിനും സംസ്കാരത്തിനും വരുന്നത്. 10,000 വർഷം മുമ്പ് തന്നെ ആർഷഭാരതത്തിലെ അഗസ്ത്യരും സുശ്രുതരും ചരകനും ഒക്കെ ജീവിച്ചിരുന്ന കാലത്ത് ഇവരുടെ ഈ അറിവ്, അവർ പഠിപ്പിച്ച, അവർ പ്രചരിപ്പിച്ച പുസ്തകങ്ങളിലെ അറിവെന്ന് പറയുന്നത്, അവർ ഈ പരബ്രഹ്മത്തോട്, അല്ലെങ്കിൽ ഈ സൗരയൂഥത്തിൻ്റെ സ്ഥാപിത സങ്കല്പത്തോട് സംവദിച്ചിട്ട് അതിനോട് ചോദിച്ച് മനസ്സിലാക്കുന്ന, അതായത് നമ്മൾ ഇന്നത്തെ ചെറുപ്പക്കാർ ഗൂഗിൾ ചെയ്ത് ചോദിക്കുന്നത് പോലെ ആ സൂപ്പർ നോളജിനോട് ജ്ഞാനവശത്തിൽ അതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ജ്ഞാനത്തിൽ ഉണർന്നു കിട്ടുന്ന ആ രീതിയാണ്. അങ്ങനെ ഒരു അറിവ് ഭാരതത്തിനുണ്ടായിരുന്നു. ആ രീതിയിലൂടെയാണ് നവഗ്രഹങ്ങളുണ്ടെന്നും സൂര്യനാണ് ഇതിൻ്റെ കേന്ദ്രമെന്നും ഈ സൗരയൂഥങ്ങൾ ഉൾപ്പെടുന്ന ഒരു മിൽക്കി വേ ഉണ്ടെന്നും 10,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഋഷീശ്വരന്മാർ എഴുതി വച്ചിരുന്നു.
അതായത് വൈമാനിക ശാസ്ത്രത്തെക്കുറിച്ചും ശരീരം വിട്ട് ശരീരത്തിലേക്ക് ജീവൻ പ്രവേശിക്കുന്നതിനെക്കുറിച്ചും ഗ്രഹങ്ങളുടെ ഇതിനെക്കുറിച്ചൊക്കെ അവരെങ്ങനെ അറിഞ്ഞു? അവരേതെങ്കിലും ടെസ്റ്റ് ട്യൂബിലൂടെയോ ബൈനോക്കുലറിലൂടെയോ അല്ലെങ്കിൽ മറ്റ് ദൂരദർശിനികളായ സാധനങ്ങളിലൂടെ ഒന്നും നോക്കിയിട്ടല്ല. സങ്കല്പമാത്രേണ ആ സൂപ്പർ എനർജിയിൽ നിന്നും അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ആവുന്നതാണ്. അതാണ് അവരുടെ അപ്ഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരെന്ത് ചെയ്യുന്ന ഗൂഗിൾ ചെയ്ത് ആ കാര്യങ്ങൾ നോക്കും. സൂപ്പർ നോളജ് സെർവറിൽ നിന്നും നമുക്ക് വേണ്ട ഡേറ്റകളെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നു. അതേപോലെ നമ്മളൊരു വളരെ വളരെ നൈർമല്യമുള്ള ഒരു മനസ്സ് സൂക്ഷിക്കുകയാണെങ്കിൽ ഈ അറിവുകളൊക്കെ തന്നെ ആ പരബ്രഹ്മത്തിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് അതിന് വേണ്ട ഒരു യോഗ്യത ഈ ഭൂമിയിൽ എത്തിക്കേണ്ടതുണ്ടെന്നുള്ള ഒരു സംസ്കാരം കൊണ്ടുവരാനാണ് കരുണാകര ഗുരു ഈ ഭൂമിയിൽ പൂജാതനായത്. അതായത് ഇങ്ങനെ ഒരു അറിവിൻ്റെ വശമുണ്ടെന്നും ആ അറിവിൻ്റെ വശം ഭാരതത്തിൽ, അതായത് സങ്കല്പമാത്രേണ പരമേശ്വര എന്ന രീതിയിൽ സങ്കല്പത്തിലൂടെ തന്നെ അറിവിനിൽ നിന്നും നമ്മൾ അറിയേണ്ട കാര്യങ്ങളെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്ന ഒരു ജ്ഞാനവശം ഭാരത സംസ്കാരത്തിൽ ഉണ്ടായിരുന്നെന്നും അത് എന്നേക്കുമായിട്ട് ഭാരതത്തിൻ്റെ ഇതിൽ നിന്നും മറഞ്ഞുപോയ അതിനെ തിരിച്ചു സ്ഥാപിച്ചെടുക്കുക എന്നുള്ള പുനഃസ്ഥാപന നവോത്ഥാന കർമ്മമാണ് കരുണാകര ഗുരു ഉദ്ദേശിച്ചത്. അതിനുവേണ്ടിയുള്ള ക്രിയാക്രമങ്ങളാണ് ഗുരു പറഞ്ഞു വെച്ചത്. അതിന് ഒരുവിധ പുസ്തക പഠനത്തിൻ്റെയും പാണ്ഡിത്യത്തിൻ്റെയും ആവശ്യമില്ല. ജ്ഞാനവശത്തിൽ ഗുരുവിൽ നിന്നും അതാണ് ഇന്നത്തെ ഗുരുവാണിയായി വായിച്ച അതിൽ സനാതനം എന്ന ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതൊരിക്കലും ഹിന്ദുത്വമല്ല, ഹിന്ദു സംസ്കാരമല്ല. അത് ഋഷീശ്വരന്മാർക്ക് ജ്ഞാനത്തിലൂടെ കിട്ടിയ ആ കർമ്മ ബന്ധാവാണ്. പിന്നെ ഇന്ന് നമ്മുടെ അധ്യക്ഷ പ്രസംഗ മാഡം ചോദിച്ച കണക്ക് ഓം ശ്രീ കരുണാകര ഗുരു പരബ്രഹ്മണേ നമ, ഓം ശ്രീ കരുണാകര ഗുരു സത്യപ്രദായ നമ. ഇത് രണ്ടും രണ്ട് അഖണ്ഡനാമ വരികളായി 1970കളുടെ അവസാന ഘട്ടത്തിൽ നമ്മുടെ ഗുരുവിൻ്റെ ശിഷ്യർക്ക് ഒരാണിനും ഒരു പെണ്ണിനും അവരുടെ പ്രാർത്ഥനാ സമയത്തിൽ അന്തരീക്ഷത്തിൽ നിന്ന് കിട്ടിയതാണ്. ഒരു പുരുഷന് ഓം ശ്രീ കരുണാകര ഗുരു പരബ്രഹ്മണേ എന്ന് കിട്ടുന്നു. അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത വർക്കല ഇരുന്ന് പ്രാർത്ഥിച്ചിരുന്ന ഒരു സ്ത്രീക്ക് ഓം ശ്രീ കരുണാകര ഗുരു സത്യപ്രദായ എന്ന് കിട്ടുന്നു. അപ്പോൾ ഇത് രണ്ടുപേരും അവർ ഗുരുവിനെ കാണാൻ വരുന്ന സമയത്ത് ഗുരുവിനോട് വന്ന് പറയുക, ഇങ്ങനൊരു വാക്ക് കിട്ടുകയും ഇത് ചൊല്ലി ബലപ്പെടുത്തണം എന്ന് ഒരു വാക്കൂടെ കിട്ടി എന്നാണ് അവർ ഗുരുവിനെ അറിയിച്ചത്. അപ്പോൾ ഗുരു നേരത്തെ ഇതിൽ ഗുരുവാണി വായിച്ചിട്ട് മാഡം പറഞ്ഞത് കണക്ക് ഗുരു ഇതെല്ലാം തീരുമാനിച്ച് പ്രിപ്പയർ ചെയ്ത് ബുദ്ധിപരമായി നീങ്ങി വന്ന ആളല്ല. അപ്പോഴപ്പോഴും കിട്ടിയ അറിവുകളെ സ്ഥാപിച്ചാണ് ഇത് പ്രവർത്തിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഗുരു ആദ്യം ഇത് കേട്ടപ്പോഴും ഗുരു ഇവരോട് പറഞ്ഞു, തൽക്കാലം ഇത് ചൊല്ലണ്ട. അപ്പോൾ ഗുരുവിന് അന്ന് അതിലോട്ട് ഗുരുവിന് അറിവ് അന്നേരം ബ്രഹ്മത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഗുരു പറഞ്ഞു, എൻ്റെ പേര് അതിലുള്ളത് കൊണ്ട് അത് നിങ്ങൾ ചൊല്ലണ്ട എന്ന് വാക്ക് ആണ് ഗുരു ഈ രണ്ടുപേരോടും ആവശ്യപ്പെട്ടത്. പക്ഷേ ഇവർക്ക് നിരന്തരം ഈ ദർശനം ആവർത്തിക്കുകയും ഇത് ചൊല്ലി ബലപ്പെടുത്തണമെന്ന് വാക്ക് കിട്ടിയതുള്ളതുകൊണ്ട് ഗുരു പോത്തൻകുടി ആശ്രമത്തിൽ ഇല്ലാത്ത സമയത്ത് അവിടെ വരുന്ന സമയത്ത് ഇവരിത് രഹസ്യമായിട്ട് ചൊല്ലിയിരുന്നു, വീട്ടിലും ചൊല്ലിയിരുന്നു. അങ്ങനെ ചൊല്ലി വരവേ ആണ് ഗുരുവിൻ്റെ ത്രിമൂർത്തി അവസ്ഥയുടെ ഒരു ഘട്ടം വരികയും അവിടെ ഗുരുവിൻ്റെ അടുത്ത് അസുഖമായിട്ടോ മറ്റു മാനസിക രോഗമായിട്ടൊക്കെ വന്നിരിക്കുന്ന പേഷ്യൻസൊക്കെ വന്നിരുന്നു. അവർക്കൊക്കെ ഗുരു 3 ദിവസം കൊണ്ട് മാറും, 5 ദിവസം കൊണ്ട് മാറും പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഭസ്മം എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ 3 ദിവസം കൊണ്ട് മാറും പറഞ്ഞാൽ 2 ദിവസം കൊണ്ട് മാറുന്ന ഒരു അനുഭവത്തിലായിരുന്നു പരമ്പരയിൽ അനുഭവം പൊക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പോത്തൻകോട് വന്നിരുന്നതിന് ശേഷം ഈ പ്രാർത്ഥന ചൊല്ലിയാലും സങ്കല്പം ചെയ്താലും ഇവരുടെ അസുഖങ്ങൾ മാറാത്തൊരു അനുഭവം ഗുരുവിന് വരാനിട വന്നു. അപ്പോൾ ഗുരു ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വ്രതം എടുത്തിട്ട് ജലപാനമില്ലാതെ സങ്കല്പം ചെയ്ത സമയത്ത് ഗുരുവിന് അപ്പോഴാണ് ആ വാക്ക് കിട്ടുന്നത്. അഖണ്ഡനാമം പറഞ്ഞു കിട്ടിയിരുന്നല്ലോ 2 വരികൾ, ഓം ശ്രീ കരുണാകര ഗുരു പരബ്രഹ്മണേ നമ, ഓം ശ്രീ കരുണാകര ഗുരു സത്യപ്രദായ നമ. ഈ 2 വരികളും ചൊല്ലി ബലപ്പെടുത്തണമെന്ന് ബ്രഹ്മത്തിൽ നിന്നും ഗുരുവിന് വാക്ക് കിട്ടുന്നത് അപ്പോഴാണ്. ശിഷ്യർക്ക് നേരത്തെ ഇത് കിട്ടിയിരുന്നു. അതിനുശേഷമാണ് ശാന്തിഗിരി പരമ്പരയിൽ ഈ അഖണ്ഡനാമം അടിസ്ഥാന പ്രാർത്ഥനയായി എടുക്കുകയും ഇത് ചൊല്ലി ബലപ്പെടുത്തുകയും ചെയ്തത്. ഈ പ്രാർത്ഥനയുടെ ബലമെന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ ഇന്നറിയപ്പെടുന്ന ആദ്യ പുരാണം എന്ന് പറയുന്ന രാമായണമാണ്. രാമായണം എഴുതിയത് വാത്മീകി മഹർഷിയാണ്. വാത്മീകി മഹർഷിയുടെ പൂർവ്വകഥ നമ്മൾ അറിയുന്നത് രത്നാകരൻ എന്ന് പറയുന്ന ഒരു കാട്ടുവാസിയായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് സപ്തർഷികളുമായിട്ട് സത്സംഗം ഉണ്ടാവുകയും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ കഥ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം
അങ്ങനെ ഉണ്ടായ സംസർഗത്തിൽ അവരുടെ വാക്കുകളനുസരിച്ച് രാമരാമ എന്ന് ജപിക്കുകയും ആ കാലഘട്ടത്തിൻ്റെ ഏറ്റവും പവർഫുള്ളായ മന്ത്രമായതുകൊണ്ട്, രാമൻ്റെ കാലഘട്ടത്തിലെ മന്ത്രമായതുകൊണ്ട് അത് നിരന്തരമായിട്ട് നിസ്വാർത്ഥമായിട്ട് എന്തെന്നറിയാതെ ആ വാക്ക് മാത്രം പാലിച്ച് വാക്കാണ് സത്യമെന്ന രീതിയിൽ ആ രത്നാകരൻ ജപിച്ച് ബലപ്പെടുത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് വിശ്വജ്ഞാനിയായ വാത്മീകി എന്ന ഒരവസ്ഥയിലേക്ക് അദ്ദേഹത്തിൻ്റെ ജ്ഞാനവശം എത്തിയതും അദ്ദേഹത്തിന് ജനിക്കാൻ പോകുന്ന രാമൻ്റെ ആ കാലഘട്ടത്തിൻ്റെ ആചാര്യൻ്റെ ചരിത്രം രാമൻ വരുന്നതിന് മുമ്പ് തന്നെ എഴുതി വെക്കാൻ സാധിച്ചതും. അപ്പം ഈ അതായത് കാലഘട്ടത്തിലെ ആചാര്യൻ്റെ മന്ത്രത്തിൻ്റെ ശക്തി എന്തെന്ന് ഒരു ഉദാഹരണം പറയാനാണ് ഞാനത് ഉദ്ദേശിച്ചത്. അപ്പം ഈ മന്ത്രത്തെ ഗുരുവിൻ്റെ പേരോടുകൂടി 2 പേർക്ക് അറിഞ്ഞോ അറിയാതെയോ അവർക്ക് വാക്കായിട്ട് ലഭിച്ചതാണ്. ആ വാക്കിനെ, ആ മന്ത്രത്തെ നമ്മൾ ചൊല്ലി ഗുരുവിന് കൂടി നിർദ്ദേശം കിട്ടിയതിന് ശേഷമാണ് ഗുരു അത് ചൊല്ലാൻ അനുവദിക്കുന്നതും. അങ്ങനെ ആ മന്ത്രം ചൊല്ലി ബലപ്പെടുത്തിയാണ് പരമ്പര ഈ രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് വരുന്നത്. ശാന്തിഗിരി ആശ്രമത്തെ സംബന്ധിച്ച്, കരുണാകര ഗുരുവിനെ സംബന്ധിച്ച് ഇത് നിലനിൽക്കുന്ന മതങ്ങളെ തെറ്റെന്ന് പറയാനോ അതിനെ തിരുത്തെന്ന് പറയാനോ ഉള്ള ഒരു ശ്രമമല്ല. ഇതെന്ന് പറയുന്നത് ആ മതങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞിരിക്കുന്ന അറിവിന് മുകളിലായിട്ട് ജ്ഞാനം എന്ന് ഞാൻ തുടങ്ങി അതിൽ നിന്നാണ്. ജ്ഞാനം എന്ന് പറയുന്നത് അതെങ്കിൽ പരമാത്മാവിൽ നിന്നും ആർഷഭാരത്തിലെ ഋഷിമാർക്ക് ലഭിച്ചിരുന്ന അതേ രീതിയിൽ സങ്കല്പമാത്രേണ നൈർമല്യമായൊരു മനസ്സുള്ളവർക്ക് ലോകത്തെ ഏതറിവിനെക്കുറിച്ചും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ജ്ഞാനവശമുണ്ടെന്നും അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ഭാരതത്തിൽ പുനഃസ്ഥാപിച്ച് വരണമെന്നും ഉള്ള ഗുരുവിൻ്റെ ഒരു കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ശാന്തിഗിരി പരമ്പര നിലനിന്ന് വരുന്നത്. അതിനുള്ള ശ്രമമാണ്, ആ ശ്രമത്തെയാണ് കരുണാകര ഗുരു ആശ്രമം എന്ന് പറയുന്നത്. അതിന് നമ്മൾക്ക് വേണ്ടത് ഒരു സത്യസന്ധത, വിനയം, അങ്ങനെയുള്ള ഒരു അടിസ്ഥാനപരമായ ചില ചിട്ടകളും ജീവിതശൈലിയുമാണ് ഗുരു അതിനുവേണ്ടി പറഞ്ഞു തന്നിരിക്കുന്നത്. അങ്ങനെ ജീവിക്കുകയും നമ്മുടെ മക്കളെ, മാഡം ഇന്ന് പറയുകയുണ്ടായി, കുഞ്ഞുങ്ങൾ അവർ നൈർമല്യമായ മനസ്സുള്ളവരാണ്. ആ നൈർമല്യമായ മനസ്സോടുകൂടി ജനിക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മുടെ രീതിക്കനുസരിച്ച് വളർത്തുമ്പോഴാണ് അവർ നമ്മളെപ്പോലെ ഈ പറയുന്ന വൈകൃത ബുദ്ധികളായി പോകുന്നത്. അങ്ങനെ അല്ലാത്ത രീതിയിൽ അവരെ വളർത്താനും അതിന് യോഗ്യമായ കുഞ്ഞുങ്ങൾ കൺസീവ് ആവാനും, നമ്മുടെ വയറ്റിൽ ജനിക്കുമ്പോൾ തന്നെ അതിന് പറ്റിയ ഒരു കുഞ്ഞിനെ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ നിന്ന് ലഭിക്കാൻ വേണ്ടിയിട്ടും വേണ്ട സങ്കല്പങ്ങളും, അങ്ങനെ ജനിക്കുന്ന കുഞ്ഞിനെ പാലൂട്ടി വളർത്തുന്ന മാതാവിൻ്റെ സ്ഥാനം തൊട്ട് ആ കുഞ്ഞിനെ അറിവിൻ്റെ കൈപിടിക്കുന്ന അച്ഛൻ വഴി ആ ലോകജ്ഞാനം കിട്ടുന്ന ഗുരുക്കന്മാരിൽ എത്തിക്കുന്ന വരെയുള്ള ആ കർമ്മത്തിൽ എന്ത് വേണമെന്ന് പറഞ്ഞ് അതിനെ സംബന്ധിച്ചുള്ള ഒരു ആയുഷ്കാലത്തെ ഗുരുവിൻ്റെ പ്രവർത്തനവും ഗുരുവാണികളുമാണ് നിലനിൽക്കുന്നത്. അതിനെയൊക്കെ അതേപോലെ പാലിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലും ശങ്കരാചാര്യരും ശ്രീകൃഷ്ണനും നബി തിരുമേനിയും യേശുക്രിസ്തുവും പോലെയുള്ള പുണ്യാത്മാക്കളെ അവരുടെ മാതാപിതാക്കളാവാനും അതിനേക്കാൾ ഉയർന്ന തലത്തിൽ നമ്മൾക്ക് അറിഞ്ഞോ അറിയാതെ പോയ അഗസ്ത്യരും സുശ്രുതനും ചരകനും ഒക്കെ പോലെയുള്ള വിശ്വഗുരുക്കന്മാരുടെ മാതാപിതാക്കളാവാനും അവരിലൂടെ ഈ ലോകത്ത് ബ്രഹ്മവും അല്ലെങ്കിൽ ഈശ്വര സങ്കല്പവും എന്താണെന്ന് മനസ്സിലാക്കത്തക്ക രീതിയിലും അതനുസരിച്ച് ജീവിക്കത്തക്ക ഒരു സംസ്കാരവും വരേണ്ടതുണ്ട്. അതാണ് ഗുരുവിൻ്റെ ദൗത്യം, ഗുരു നമ്മളിലേക്ക് പറഞ്ഞു തന്ന അറിവ്. അങ്ങനെ വരാത്തത് കൊണ്ടാണ് നമ്മൾ ഇന്ന് നാട്ടിൽ കാണുന്ന പ്രശ്നം. അതായത് ഒരു സമൂഹം ഒന്നിച്ച് 100-1000 പേര് കൂടിയിരുന്നിട്ട് അവർ വിധ്വംസവുമായി ചിന്തിക്കുകയാണെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ മനസ്സ് ആ വിധ്വംസ കർമ്മങ്ങൾക്ക് കൂട്ടായിട്ട് വരും. അതായത് നമ്മൾ പ്രകൃതി വിരുദ്ധമായിട്ടുള്ള കൂട്ടായ്മയും പ്രവർത്തനങ്ങളുമാണ് ഒരു സമൂഹം കാഴ്ചവെക്കുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ ടോട്ടൽ മെൻറ്റാലിറ്റി അല്ലെങ്കിൽ അവരുടെ മൊത്തം മനസ്സിൻ്റെ പവർ കോൺസെൻട്രേറ്റ് ആയിട്ട് അത് നെഗറ്റീവായിട്ട് നമ്മളിൽ തന്നെ വർക്ക് ചെയ്യും. അപ്പോഴാണ് ഇതിനൊക്കെയുള്ള ഉരുൾപൊട്ടലും ലോകയുദ്ധങ്ങളും മഹാപ്രളയങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. അതേസമയം ലോകത്തിന് സമാധാനം വേണമെന്നും ഞാനും നീയും ബ്രഹ്മത്തിൻ്റെ അംശങ്ങളാണെന്നും നമുക്കും ഇത് ജീവിച്ച് സാക്ഷാത്കരിക്കേണ്ടതാണെന്നും നമ്മുടെ മക്കളെ അതിനൊത്ത് വളർത്തേണ്ടതാണെന്നുള്ള ബോധം നമ്മൾക്കുണ്ടായാൽ, നമ്മൾ അങ്ങനെ ഒരു പരിണാമത്തിൻ്റെ ഭാഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു അറിവിലേക്ക് എത്തിക്കുകയാണ് ഗുരു എന്ന രീതിയിൽ ഗുരു അടുത്ത് നിന്നവരോട് പ്രവർത്തിച്ചു വച്ചിരിക്കുന്നത്. അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സ്ഥിതി വരുമ്പോഴാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അറിവില്ലാതെ പോകുമ്പോഴാണ് മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെയും മറ്റുള്ളവരുടെ
സ്വഭാവങ്ങളെ ഹനിക്കത്തക്ക രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു അറിവുകേടും അവരെ ഉപദ്രവിക്കണമെന്നും മറ്റുള്ളവൻ്റെ സ്വത്ത് ഇപ്പോൾ കണ്ടില്ലേ, വയനാട്ടിൽ അതിരുകളൊക്കെ തിരിച്ചു വെച്ച് ജീവിച്ചതാണ്. ഇന്ന് സമൂഹം ആ സമൂഹം ഒരു വലിയ സമൂഹം ജീവിച്ചിരുന്ന ഒരു ജനനദിയുടെ ജീവിത പന്ഥാവിലേക്ക് ഒരു വലിയ പ്രളയമുണ്ടായിട്ട് അതിരുകളില്ലാത്ത ഇൻഫിനിറ്റീവ് ആയ രീതിയിലേക്ക് ഈ സമൂഹത്തെ നശിപ്പിക്കുന്ന ഒരു സ്വഭാവം വന്നു. അതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് വെച്ചാൽ കേരളത്തിൽ കഴിഞ്ഞ ഒരു 10-25 കൊല്ലമായിട്ട് ദുരന്തങ്ങളുടെ ഒരു വലിയ ശൃംഖല തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് കുറച്ചുകൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്തുണ്ടാകുന്ന എല്ലാ ദുഷ്ടകർമ്മങ്ങളിലും സ്ത്രീ സാന്നിധ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയ കീ പോയിന്റിൽ സ്ത്രീകളെ നമുക്ക് കാണാൻ കഴിയും. കുറ്റകൃത്യങ്ങളിൽ ആ രീതിയിൽ നമ്മുടെ അന്തരീക്ഷം കലുഷിതമായി വരുന്നു. ഇതിൽ നിന്നും മാറേണ്ടതുണ്ടെന്നും അത് മാറാൻ വേണ്ട ചര്യകളും പഠിപ്പിക്കുകയും പറഞ്ഞു തരികയും തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്ത മഹാവര്യനാണ് കരുണാകര ഗുരു. പക്ഷേ ആ അറിവിനെ നിലനിർത്തി പകർന്നു കൊണ്ടുവരാൻ ശാന്തിഗിരി പരമ്പരയ്ക്കൊരു തടസ്സം വന്നിരിക്കുന്നു. ആ തടസ്സത്തിലാണ് ഗുരുമാർഗം പ്രകാശ സഭ അതിനെ ചൂണ്ടിക്കാണിക്കാനും തിരുത്താൻ വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കാനല്ല, തിരുത്താൻ വേണ്ടിയിട്ടുള്ള അശ്രാന്ത പരിശ്രമത്തിലും പ്രാർത്ഥനയിലും വേദനയോടുകൂടിയുള്ള യാചന പ്രാർത്ഥനയിലൂടെയും ഇത് തിരുത്തണമെന്നുള്ള സമൂഹമാണ് ഗുരുമാർഗം പ്രകാശ സഭയിലൂടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു തിരുത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് വലിയ വലിയ നാശങ്ങളിലേക്ക് ഈ രാജ്യത്തെയും അതിലൂടെ ലോകത്തെയും നയിക്കാൻ സാധ്യതയുണ്ടെന്നും ഗുരു പറഞ്ഞിട്ടുണ്ട്. പല നോസ്ട്രഡാമസ് അങ്ങനെ തുടങ്ങി ഞാൻ ഒരു അന്ധയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, പേര് പെട്ടെന്ന് വായി കിട്ടിയില്ല. അങ്ങനെ പലരും പറഞ്ഞു വെച്ചിരിക്കുന്ന പല പല ഘട്ടങ്ങളുണ്ട്. ഇതൊക്കെ വരാൻ സാധ്യതയുള്ളതാണ്. പക്ഷേ ഇത് വരാതാക്കാൻ മനുഷ്യർക്ക് കഴിയും. അതായത് നമ്മുടെ ചിന്ത കോൺസെൻട്രേഷൻ, മൈൻഡ് പവർ വളരെ വലുതാണ്. ആ മൈൻഡ് പവർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നാട്ടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മളതിനെ ഏകീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തെറ്റിനെ തിരുത്തിയെടുക്കാൻ കഴിയും. അതല്ല നമ്മളിങ്ങനെ ചിന്തകൾ സ്കാറ്റർ ചെയ്ത് പലരും ഉപദ്രവിക്കാനും നാശത്തിനും യുദ്ധത്തിനും ഒക്കെ വേണ്ടി കോപ്പ് കൂട്ടുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ രീതിയിൽ പ്രകൃതി തിരിച്ചടിക്കുന്ന ഒരു സാധ്യത നമ്മുടെ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരാതെ ഒരു സത്സംഗത്തെ, ഒരു നല്ല കുടുംബ ജീവിതത്തിലൂടെ, നല്ല വീട്ടിലൂടെ, നല്ല കുടുംബ അന്തരീക്ഷത്തിലൂടെ, ഒരു നാടിൻ്റെ നന്മയിലൂടെ, ഒരു രാജ്യത്തിൻ്റെ നന്മയിലൂടെ ലോകത്തിന് ഉതകുന്ന രീതിയിൽ എത്തണം എന്നുള്ളതായിരുന്നു ഗുരുവിൻ്റെ ദൗത്യം. അതാണ് ഗുരു പരമ്പരയെ പഠിപ്പിച്ചത്. ആ ദൗത്യത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് അകന്നു പോയതിനെ തിരിച്ചെത്തിക്കുക എന്നുള്ളതാണ് ഗുരുമാർഗം പ്രകാശ സഭയുടെ പ്രവർത്തനം. ഇത് ഇപ്പോൾ ശാന്തിഗിരി പരമ്പരയ്ക്ക് മാത്രം വന്ന ഒരു പ്രശ്നമല്ല. ചരിത്രം പരിശോധിച്ചാൽ ഇത് എപ്പോഴും ആചാര്യന്മാർ പ്രവർത്തിച്ചു മാറ്റി കഴിയുമ്പോൾ ഇത് നമ്മുടെ കൂടെ വന്നവർ ഇതിനെ തെറ്റിച്ചുകൊണ്ട് പോകുന്നത് എപ്പോഴും നമുക്ക് കാണാൻ കഴിയും. യേശുക്രിസ്തു വന്നിട്ട് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നും പിന്നെ കുറേ തത്വങ്ങളായിട്ട് പറഞ്ഞ് മുമ്പോട്ട് വെച്ചപ്പോൾ അനുയായിയായിട്ട് വന്നവർ യേശുവിനെ അങ്ങ് മാറ്റി. യേശുവിനെ ഇപ്പം നമ്മുടെ വിശിഷ്ട അതിഥി തന്നെ പറയുകയുണ്ടായി, നമ്മൾ അവരെയൊക്കെ അങ്ങ് മാറ്റിയിട്ട് സെൻറ്റ് ആൻ്റണി, സെൻറ്റ് പീറ്റർ, സെൻറ്റ് അലോഷ്യസ്, സെൻറ്റ് സേവിയർ എന്ന് പറഞ്ഞിട്ട് പിന്നെ വന്ന അതിനുശേഷം യേശുവിനെ പിൻപറ്റി വന്നവരെ ഗോഡാക്കുന്ന അവരെ പിൻപറ്റി പോകുന്ന, അതായത് കരുണാകര ഗുരുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മടലെ പിടിച്ചവൻ്റെ കാലെ പിടിച്ചവൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ തിരിഞ്ഞു പോകാനല്ല, ഏകാത്മമായ നമ്മളെ രക്ഷിച്ച ആ യേശു സങ്കല്പത്തിൽ മുന്നോട്ട് പ്രവർത്തിക്കാൻ ആ പരമ്പരയ്ക്ക് കഴിയാതെ പോയൊരു ഗതികേട് വന്നിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അവർ പല യുദ്ധങ്ങളിലും പല വർഗീയത, പള്ളിക്ക് വേണ്ടിയൊക്കെ അടികൂടുന്ന, അങ്ങനെ പല പുണ്യാളന്മാരുടെ പേരിൽ വർഗീയവൽക്കരിക്കപ്പെടുന്ന ഒരു സമൂഹത്തിലേക്ക് അത് കാണുന്ന യേശുവിൻ്റെ മനസ്സെന്തായിരിക്കും നമ്മൾ ചിന്തിക്കണം. അതേപോലെ ചെത്തരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിൻ്റെ പിൻഗാമികളാണെന്ന് ഭാവിക്കുന്നവർ ചാരായ കച്ചവടം ചെയ്യുന്ന ആ ആശയത്തെ, ഗുരുവിൻ്റെ ആശയത്തെയും ഗുരുവിൻ്റെ സങ്കല്പങ്ങളെയും നശിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവർ ആശയത്തിൻ്റെ വക്താക്കളായി വരുന്നൊരു സാഹചര്യം നമ്മുടെ നിലവിലുണ്ട്. അതേപോലെ കാരുണ്യവാനായ നബി മുത്തുരത്നമോ എന്ന് ശ്രീനാരായണ ഗുരു പാടിയ ആ നബി തിരുമേനിയുടെ പേരിൽ സമൂഹത്തിൽ വന്നിട്ട് ലോകത്തെ മറ്റുള്ളവരെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് ആശയങ്ങളെ എഴുതി മാറ്റി നബി പറഞ്ഞിടത്തു നിന്ന് ഘാതങ്ങൾ മാറിയിട്ട് നശിപ്പിക്കുന്നൊരു സ്വഭാവത്തിലേക്ക്, എന്നിട്ട് നബിയെ കൂടെ കുറ്റം പറയത്തക്ക രീതിയിലേക്ക് ആ പരമ്പരയെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതേ കണക്കൊരു തെറ്റ് ശാന്തിഗിരിയുടെ ചരിത്രത്തിലും വരുന്നുവെന്ന് ബോധ്യപ്പെട്ടവരും, അപ്പോൾ അതല്ല വരേണ്ടത്, ഗുരു ഇതല്ല ഉദ്ദേശിച്ചിരുന്നത്,
ഗുരു ഉദ്ദേശിച്ച ആശയം വരണം എന്ന് ആഗ്രഹിക്കാനും അത് പ്രവർത്തിക്കാനും ശ്രമിക്കുന്നവരുടെ കൂട്ടായ്മയാണ് ഗുരുമാർഗം പ്രകാശ സഭ. അപ്പം ഗുരു ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിനും ഈ ആനുകാലികമായ നവോത്ഥാനത്തിന് വേണ്ട സനാതന ധർമ്മം പുലരട്ടെ, അതിനുവേണ്ടി നമുക്ക് ഒന്നിച്ച് ഒരു നിമിഷമെങ്കിലും പ്രാർത്ഥിക്കാനും നമ്മുടെ മക്കൾക്ക് ലോകത്തിന് ഉതകുന്ന വിവേകാനന്ദ സ്വാമിമാരും ചട്ടമ്പി സ്വാമിമാരുള്ള, അല്ലെങ്കിൽ ലോകത്തിനെ നയിക്കാൻ പറ്റുന്ന യേശു ക്രിസ്തുവിനെ പോലെയുള്ള മക്കളെ സൃഷ്ടിക്കാനും അതിലൂടെ സമൂഹത്തിന് ശാന്തത വരുത്താനും കഴിയണം എന്നുള്ള ആശയത്തെയാണ് ഗുരുമാർഗം പ്രകാശ സഭ ഗുരുവിനെ പിൻപറ്റി പറയാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ വാക്കുകൾ ഗുരുപാദങ്ങൾ സമർപ്പിക്കുന്നു. സദ്ഗുരുയേശൻ. സമയമേറെ വൈകി വരികയാണെന്ന് തോന്നുന്നു, മഴയുമുണ്ട്. അടുത്തതായി ഗുരുജയന്തി ആശംസയ്ക്കായി ശ്രീ പി അർജുനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഗുരുമാർഗം പ്രകാശ സഭയുടെ നേതൃത്വത്തിൽ ഇവിടെ നമ്മുടെ ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിൻ്റെ ജയന്തി ഇവിടെ ആഘോഷിക്കുകയാണ്. നമ്മൾ നേരത്തെ നമ്മുടെ ഉദ്ഘാടക പറഞ്ഞ പോലെ ആഗ്രഹിച്ചു വന്ന ആളുകളാണ് ഇവിടെയുള്ളത്. ആഗ്രഹിച്ച് ഗുരുവിനോട് സ്നേഹമുള്ള ഒരു പറ്റം ഗുരുവിൻ്റെ വിശ്വാസികളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഗുരുവിൻ്റെ ഒരു സ്നേഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആദ്യം തന്നെ പ്രാർത്ഥിക്കുന്നു. ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിൻ്റെ കൂടെ സമകാലികനായി ജീവിക്കാൻ ഒരു ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. 90കളുടെ തുടക്കം മുതൽ ഗുരുവിൻ്റെ അടുത്ത് വരികയും ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് വരികയും ഗുരുവിനെ ആദ്യം നമ്മൾ കാണുന്ന സമയത്ത് ശുഭ്രവസ്ത്രധാരിയായി, സാധാരണ സന്യാസിമാരിൽ കാണാതെ ശുഭ്രവസ്ത്രധാരിയായിരിക്കുന്ന ഗുരു എപ്പോഴും ഒരു പുഞ്ചിരിയോടുകൂടി എല്ലാവരെയും ഗുരുവിൻ്റെ അടുത്തേക്ക് വിളിക്കുകയും നമ്മളെ കാണുന്ന സമയത്ത് ആദ്യം ചോദിക്കുക, തത്വങ്ങളോ വേദങ്ങളോ ഒന്നുമല്ല, നിങ്ങൾ വല്ലതും കഴിച്ചോടാന്നാണ് ചോദിക്കുക. ആര് വന്നാലും നിങ്ങൾ വല്ലതും കഴിച്ചോടാ, കഴിച്ച് വന്നിട്ട് കാണാം എന്ന് പറയും. അപ്പോൾ ഗുരു അവിടെ നിന്നിരിക്കുന്ന സന്യാസിമാരെ കൊണ്ടോ അല്ലെങ്കിൽ അടുത്ത് നിന്നിരുന്ന ആ കാലഘട്ടത്തിൽ നിന്ന ആളുകളെ കൊണ്ടോ നമുക്ക് എന്തെങ്കിലും ഭക്ഷണമെല്ലാം ഗുരു തരുകയും ഒരുപക്ഷെ ഗുരുവിൻ്റെ കൈകൊണ്ട് തന്നെ നമുക്കൊരു ഉരുള തിന്നാളൊരു ഭാഗ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഗുരുവിൻ്റെ ആ ഒരു സ്നേഹം മാത്രമാണ് നമ്മളെ ഗുരുവിലേക്ക് അടുപ്പിച്ചത്. ഗുരുവിൻ്റെ ആ ഒരു സ്നേഹത്തിൻ്റെ കൂടെ നിന്ന് പിന്നെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഗുരുവിൻ്റെ ആശയത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും ഗുരുവിൻ്റെ ആശയത്തിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായി കോഴിക്കോട് ശാന്തി മഹിമയുടെ കോഴിക്കോട് ഗുരുവിൻ്റെ യുവജന സംഘടനയായ ശാന്തി മഹിമയുടെ കൂടെ പ്രവർത്തിക്കാനും അതുവഴി കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇതേപോലെ കൊച്ചു പിള്ളേർക്ക് ഇന്ന് കോഴിക്കോട് ആശ്രമത്തിൽ ഇവിടെയുള്ള പറമ്പിൽ പാസാല ആശ്രമത്തിൽ എല്ലാ ശനിയാഴ്ചകളിലും ഞങ്ങൾ പോവുകയും ഗുരുവിൻ്റെ തത്വങ്ങൾ അല്ലെങ്കിൽ ഗുരു നമ്മളെ പഠിപ്പിച്ചത് ഓരോ ഗുരുവിൻ്റെ സ്നേഹം അവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു. ഗുരു വളരെ ലളിതമായ ഒരു ജീവിതത്തിലൂടെ നമ്മളോട് വലിയ പല കാര്യങ്ങൾ പറയുകയും ഗുരു നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരുപക്ഷെ ഇവിടെ നമ്മുടെ അധ്യക്ഷനും അതുപോലെ നമ്മുടെ വിശിഷ്ടാധികം എല്ലാം പറഞ്ഞു, നിങ്ങൾ ഒരു നാട് നന്നാവണമെങ്കിൽ വീട് നന്നാവും, വീട് നന്നാവണമെങ്കിൽ ആ വീട്ടിലെ ഒരു സ്ത്രീ നന്നാവും, ഒരു സ്ത്രീ അറിവുള്ളവളായാൽ മാത്രമേ നമ്മുടെ വീട് നന്നാവുകയുള്ളൂ. ആ വീട് കാണുകയും ആ വീടിനെ സമൂഹം മാതൃകയാക്കുകയും ചെയ്താൽ മാത്രമേ സമൂഹത്തിൽ നന്മ പകരാൻ വേണ്ടി നമുക്ക് കഴിയുകയുള്ളൂ. ഇവിടെ നമ്മൾ ഇന്ന് നമ്മുടെ ഒരു സോഷ്യൽ സിറ്റുവേഷൻ നമ്മൾ അളക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചെറിയ പിഞ്ചു കുഞ്ഞിനെ അമ്മ പ്രസവിച്ച പാട് തന്നെ കൊന്നുകളയുന്നു. ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ചെറിയ പിള്ളേർ ചെറിയ കാര്യങ്ങൾ കാരണം ഡിപ്രഷൻ വരുന്നു, ആത്മഹത്യ ചെയ്യുന്നു. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ മനുഷ്യന് ജീവിക്കണമെങ്കിൽ സ്പിരിച്വൽ കോഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം. ആത്മീയത എന്ന് പറയും, മതത്തെക്കാട്ട് കൂടുതൽ ആത്മീയത നമുക്കിവിടെ ആവശ്യം. അപ്പോൾ ഏതാണ് യഥാർത്ഥ ആത്മീയത എന്നുള്ളത് ആളുകൾ സഞ്ചരിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്.
ഗുരുവിൻ്റെ ആത്മീയത എന്ന് പറഞ്ഞാൽ എല്ലാ മതസ്ഥരെയും എല്ലാ ജാതികളെയും എല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്തുകൊണ്ടുള്ള നമ്മളെ ആണ് ഗുരു സ്വീകരിച്ചിരിക്കുന്നത്. ഗുരുവിൻ്റെ മുമ്പിൽ ഗുരു ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, ഒരു ജാതി ഭേദം അല്ലെങ്കിൽ ഞങ്ങളോടെല്ലാം പറഞ്ഞിരിക്കുന്നത്, കോഴിക്കോട് എന്ന ശാന്തിമേമ പ്രവർത്തകർ ഗുരുവിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, എടാ നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ജാതിയുടെ അടിവേരുകൾ വെട്ടിമാറ്റുന്ന ആളുകളായി മാറണമെന്നാണ് ഭാവിയിൽ ഞങ്ങളോടൊക്കെ ഗുരു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു തരത്തിലുള്ളൊരു ആശയത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചവർ എല്ലാവരും പറഞ്ഞു ആ ഗുരുവിൻ്റെ ഒരു സ്നേഹം ലോകം മൊത്തം എത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു പ്രാർത്ഥനയാണ്. ലോകത്ത് ഗുരുവിൻ്റെ സ്നേഹവും ഗുരു ആഗ്രഹിച്ച രീതിയിലുള്ള ശാന്തിയും ഉണ്ടാവട്ടെ എന്ന് ഗുരുവിൻ്റെ പാദങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സദ്ഗുരുശ. അടുത്തതായി ഗുരുമാർഗം പ്രകാശ സഭയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ ആനന്ദ് 2 വാക്ക് സംസാരിക്കും. സദ്ഗുരുശർമ്മ. ഇന്ന് ചിങ്ങത്തിലെ ചോദ്യ നക്ഷത്രം നമ്മളെ എല്ലാമായ ഗുരുവിൻ്റെ, കരുണാകര ഗുരുവിൻ്റെ ജന്മദിനം. ശാന്തിഗിരി പരമ്പരയ്ക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസം. അപ്പം നമ്മളൊക്കെ വളരെ ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് ഇത് ആഘോഷിക്കുന്നുവെന്ന് ചിന്തിക്കുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടൊക്കെയുള്ള കാര്യം പറയാം. എൻ്റെ വ്യക്തിപരമായതിൽ എനിക്ക് ദുഃഖമാണ്. കാരണം എൻ്റെ ഗുരു കേരയും പപ്പടവും കഴിച്ചിട്ട് നിത്യം ആഹാരം പോലും ഇല്ലാതെ ഈ പ്രപഞ്ചത്തിന് വേണ്ടി, ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, ഈ നാട്ടിലെ സ്ത്രീകൾക്ക് വേണ്ടി, ഈ നാട്ടിലെ കൊച്ചു പിള്ളേർക്ക് വേണ്ടി തൻ്റെ ജീവിതം തന്നെ 72 വയസ്സ് വരെയും കഷ്ടപ്പെട്ട് ഈ പ്രസ്ഥാനം കെട്ടിപ്പടുത്തിയിട്ട് ഇന്ന് നമ്മൾ പതിനായിരക്കണക്കിന് ജനങ്ങൾ 99 മെയ് മാസം 6-ന് മുമ്പായിട്ട് ഒരു ഗുരുജയന്തി വന്നാൽ 10,000 ആൾക്കാർ ശാന്തിഗിരി ആശ്രമം പോത്തങ്കോട് കാണും. അതിനെ ചുറ്റിയുള്ള പ്രചരണങ്ങൾ കാണും. ഈ ആശയത്തെ ലോകത്തോട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള പ്രചരണം കാണും. അതൊക്കെ ഇന്നില്ല. ആ ഗുരു എന്ന് പറയുന്ന മഹാചരണത്തെ ഒതുക്കി വെച്ചും കൊണ്ട് എല്ലാ പരമ്പരയിലും ഉള്ളതുപോലെ തന്നെ, എല്ലാ പരമ്പര എന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ പരമ്പരയായാലും ശരി, ഇങ്ങനെ എല്ലാ പരമ്പരയിലും സംഭവിച്ച ആ അധപ്പതനം ശാന്തിഗിരി പരമ്പരയിലും വന്നു. അതുകൊണ്ടാണ് ഇന്ന് ഈ സംഭവം, ഇന്നത്തെ ഈ ഗുരുജയന്തി കുറച്ച് ആൾക്കാരെ അറിയിക്കാൻ വേണ്ടി. പരമ്പരയിൽ പറ്റിയ തെറ്റ് നമുക്ക് വിളിക്കാനൊന്നുമില്ല. ഒരു മഹാഗുരു വന്നിട്ട് ഈ നാട്ടിലെ അമ്മമാർ നന്നാവണം, സഹോദരിമാർ നന്നാവണം, പെമ്പിള്ളേർ നന്നാവണം. ആദ്യ ഗുരുവായ അമ്മ നന്നായാൽ ലോകം നന്നാവും. ഇത് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ആദ്യകാര്യമായിട്ട് അതിനെ ലോകത്തോട്ട് വിളമ്പി അങ്ങനെ ഈ സ്ത്രീജനങ്ങളെ അല്ലെങ്കിൽ ഈ സഹോദരങ്ങളെ ആ വഴിയിലോട്ട് തിരിച്ചു കൊണ്ടുവന്ന് അതിൽ സക്സസ് ആയ ഒരു മഹാഗുരുവായിരുന്നു നമ്മളെ കരുണാകര ഗുരു. അനുഭവസ്ഥനാണ് ഞാൻ. ഗുരുവിൻ്റെ കൂടെ 89 കാലഘട്ടങ്ങൾ വരികയും ഗുരുവിൻ്റെ കൈ കൊണ്ട് താലിയെടുത്ത് തരികയും ഗുരു പറഞ്ഞതുപോലെ ജീവിച്ച് 2 പിള്ളേരെ ജന്മം കൊടുക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തി. ഇന്ന് സങ്കടമുണ്ട്. അത്രത്തോളം നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട് അതിനുവേണ്ടി. അമ്മയെയും അച്ഛനെയും എതിർത്തുകൊണ്ട്, ബന്ധുമിത്രാദികളെ എതിർത്തുകൊണ്ട്. കാരണം എല്ലാ ഹിന്ദു പരമ്പരയിലും ആ ക്ഷേത്ര സമ്പ്രദായത്തിൽ പോകുമ്പോൾ നമ്മൾ 19 വയസ്സ് 20 വയസ്സിലൊക്കെ ആശ്രമത്തിൽ വന്നിട്ട് ഇതിനു വേണ്ടി, ഇത് സത്യമാണെന്ന് നമുക്ക് മനസ്സിലാവണം. എന്തോ ജീവനുള്ള ഒരു ക്വാളിറ്റി ആയിരിക്കാം. ജന്മങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഒരു ജന്മത്തിൽ ഗുരുവിനോട് ജീവിച്ചതായിരിക്കാം. ആ ക്വാളിറ്റി ആയിരിക്കാം. അവരാരും ഇല്ലാതെ തന്നെ നമ്മൾ ആശ്രമത്തിൽ വരികയും ഗുരുവിനെ കാണുകയും ഇത് സത്യമാണെന്ന് മനസ്സിലാവുകയും ഗുരു തന്നെ കല്യാണം കഴിച്ച് തരികയും അങ്ങനെ സന്താനങ്ങൾ ഇത് ചെയ്യുകയും അവരെ ആ വഴിയിലൂടെ കൊണ്ടുപോയിട്ട് ഇന്ന് നമ്മളെ പിള്ളേർക്ക്, ഞാനിന്ന് അപ്പൂപ്പനാണ്, എൻ്റെ മകൾ പ്രസവിച്ചൊരു 5 മാസമായി. എൻ്റെ പിള്ളേർക്ക് മക്കൾക്കറിയാം ആശയം എന്താണെന്ന് അറിയാം. തെറ്റൂല, എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഗുരു തന്ന ആ വഴി സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ 2 മക്കൾക്ക് ജന്മം കൊടുത്തത്. ഇന്ന് എൻ്റെ പേരമക്കൾക്ക് എന്ത് കൊടുക്കും? ദർശന പരമ്പരയാണ്. നമുക്ക് കണ്ണടച്ചിരുന്ന ഗുരുവിനെ ഈ പറഞ്ഞ 2 പേര് പ്രാർത്ഥിച്ചാൽ ഗുരുവിനെ കാണും. ഗുരു നമുക്ക് പറഞ്ഞു തരും, ഏത് സത്യമെന്ന് പറഞ്ഞു തരും, ജനിക്കാൻ പോണ കൊച്ചിനെ പറഞ്ഞു തരും. ആ സമയത്തെ നമുക്ക് സന്താനം ഉത്പത്തി ചെയ്യും. ഇതാണ് ഏറ്റവും ആശ്രമത്തിൻ്റെ, ശാന്തിഗിരി ആശ്രമം, ഇന്ത്യയുടെ കൾച്ചർ, സനാതനധർമ്മം. ഈ പറഞ്ഞ സനാതനധർമ്മം എന്ന് പറയുന്നത് ഇതാണ്. എന്തോ സനാതനധർമ്മം എന്ന് വെച്ചാൽ ഹൈന്ദവത്തിൻ്റെ കൂടെ ചേർന്നതാണ്. അതല്ല. സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർ അവരതായിട്ട് മാറ്റിയ ശാന്തി മുഹൂർത്തം എന്ന് പറയുന്നത് ഇതല്ല. ഗുരു പറഞ്ഞു തരും ഉപദേശം നമുക്ക്.
കല്യാണം കഴിഞ്ഞ് നമുക്ക് രണ്ടുപേരുമായിട്ട് ഗുരുവിൻ്റെ അടുത്ത് പോകുമ്പോൾ ഗുരു തരണ ഒരു ഉപദേശമുണ്ട്. ഗുരുവിനും ഭാര്യയ്ക്കും ഭർത്താവും ഗുരുവിനും വേണ്ടി മാത്രം തരണ ഒരു ഉപദേശമുണ്ട്. രഹസ്യങ്ങൾ പറ്റി ഏറ്റവും വലിയ രഹസ്യമാണ്. മനസ്സിലായില്ലേ? ആ രഹസ്യം നമ്മൾ സൂക്ഷിച്ചുകൊണ്ടാണ് ഈ കൊച്ചു പിള്ളേർക്ക് ജന്മം കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ മൂത്ത മോൻ 28 വയസ്സായി. ആ മോനെ ജനനം കൊടുത്തിട്ട് 3 മാസമാകുമ്പോൾ ഞാൻ എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് പോയാണ്. ഞാൻ ഇത്തിരി ബുദ്ധി ആയിട്ട് ചിന്തിച്ചു. എല്ലാവരും ആയുർവേദവും ഇതൊക്കെ വാക്സിൻ കൊടുത്തിട്ടില്ല. എൻ്റെ കുടുംബക്കാരെല്ലാവരും പറഞ്ഞു, എല്ലാ ആൾക്കാരും പറഞ്ഞു വാക്സിൻ കൊടുക്കണം. അയ്യോ, അല്ലെങ്കിൽ പക്കവാദം വരും, അല്ലെങ്കിൽ ആ രോഗം വരും, ഇതൊക്കെ വരുമെന്ന്. എൻ്റെ മക്കൾക്ക് വാക്സിൻ കൊടുത്തില്ല, മോനും വാക്സിൻ കൊടുത്തില്ല, മോക്കും കൊടുത്തില്ല. അപ്പോൾ ഞാൻ ഗുരുവിനോട് പറഞ്ഞു, വാക്സിൻ കൊടുത്തില്ല, അപ്പോൾ എന്തെങ്കിലും ഒന്ന് വേണമല്ലോ നമുക്ക്, എന്തെങ്കിലും ഒരു മരുന്ന് കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ബുദ്ധി യൂസ് ചെയ്തു. ഗുരുവിനോട് ചോദിക്കുകയാണ്, ഗുരുവേ മോനെ കയ്യിൽ വെച്ചേക്കാണ്, മോന് ഞാൻ ഹോമിയോ മരുന്ന് കൊടുത്തോട്ടെ എന്ന് ചോദിക്കും. ഗുരു പറയണത്, ഇറങ്ങി പോടാ വഴിയിൽ, നിനക്ക് ഹോമിയോ എങ്കിലും കൊടുത്തേ ആകുമെന്നാണ്. കാരണം ബ്രഹ്മനിശ്ചയ പ്രകാരം ജനിച്ച ഒരു കൊച്ചിന് വാക്സിനോ ഈ എന്തൊന്നു പറയാൻ വാദമോ പക്കവാദമോ ഇതൊന്നും അവിടെ പ്രശ്നമല്ല. കാരണം ബ്രഹ്മം ആ സമയത്ത് നിശ്ചയിക്കുന്നൊരു സന്താനമാണ്. അവിടെ ഈ രോഗങ്ങൾ അവിടെ ബാധിക്കില്ല. ബ്രഹ്മം തരണ ഒരു സന്താനമാണ്. ആ രോഗത്തിന് അവിടെ ബാധകമല്ല, രോഗം വന്ന് അടുക്കില്ല. ഇതാണ് എൻ്റെ തിയറി. ആ പരമ്പരയാണ് ഇന്ന് നശിപ്പിച്ചത്. നിങ്ങൾ നന്നാ മനസ്സിലാക്കണം. പരമ്പരയിലുള്ള ആൾക്കാരുണ്ട്, വെളിയിലുള്ള ആൾക്കാരുണ്ട്. ശാന്തിഗിരിയുടെ ഡെപ്തായിട്ടുള്ള ഒരു ആശയമാണത്. ശാന്തിഗിരി ആശ്രമം എന്ന് പറഞ്ഞാൽ ഇതാണ് ആശയം. ഇവിടെ പ്രചരണമൊന്നും വേണ്ട. 100 ജന്മം കഴിയുമ്പോൾ 100 വർഷമോ 200 വർഷമോ കഴിയുമ്പം ഈ ജനിക്കുന്ന പിള്ളേരായിരിക്കും ശങ്കരാചാര്യൻ, ഈ ജനിക്കുന്ന പിള്ളേരായിരിക്കും സ്വാമി വിവേകാനന്ദൻ, ഈ ജനിക്കുന്ന പിള്ളേരായിരിക്കും അബ്ദുൽ കലാം, ഈ ജനിക്കുന്ന പിള്ളേരായിരിക്കും ഈ ഒബാമ. അങ്ങനെയുള്ള പുണ്യാത്മാക്കളെ ഇന്ത്യക്ക് തരണം ചെയ്യണം. ഇന്ത്യയുടെ ആ ഇതുണ്ട്, എന്തോന്നു, ലോകത്തിൻ്റെ ഗുരുസ്ഥാനം, ലോകത്തിൻ്റെ ഗുരുവായിട്ട് ജീവിച്ച നാടാണ് ഇന്ത്യ. ലോകത്തിന് മാതൃക പറഞ്ഞു കൊടുത്ത രാജ്യമാണ്. വൈമാനിക ശാസ്ത്രം നമുക്ക് പറഞ്ഞു തന്ന രാജ്യമാണ്. ആ ശാസ്ത്രം കണ്ടുപിടിച്ച മഹാൻ തന്നെ പറയുന്നു, ഇതൊന്നും ഈ വെളിയിൽ കൊടുക്കരുത്, കൊടുത്താൽ ഈ ലോകം നശിച്ചു പോകും, ഇത് കൊടുക്കരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ ശിഷ്യൻ കൊണ്ടുപോയി ശ്രീലങ്കയെ കൊടുത്ത് കുബേര രാജ്യത്ത് കൊടുത്തപ്പോഴത്തേക്കാണ് ഇന്നും ആ വൈമാനിക ശാസ്ത്രം വച്ചിട്ട് ലോകം ഒട്ടും നശീകരണത്തിൻ്റെ പാതയിൽ പോകുന്നത്. അത്ര ദർശനമുള്ള രാജ്യമാണ്. ആ ദർശനം, നശിച്ചു പോയ ദർശനം തിരികെ കൊണ്ടുവരാനാണ് സിമ്പിളായി പറഞ്ഞാൽ ആര്യ സമുദായമാണ് അത് ചെയ്തത്, നശിക്കാൻ. ഈ സനാതനത്തിനെ ഇല്ലാതാക്കിയിട്ട് ഹൈന്ദവത്തിലോട്ട് കൊണ്ടുവന്നിട്ട് നമ്മളെ ജാതിക്ക് ജാതിയും ജാതിക്ക് അപ്പുറത്തും ആക്കിയപ്പോഴത്തേക്കും ഗുരു എന്ത് ചെയ്തു? അതേ ജാതി ഇല്ലാത്ത സമുദായത്തിനാണ് കൊണ്ടുവന്നത്. ശാന്തിയിൽ ഗുരു ശരീരത്തോടെ ഇരുന്നവരെ നടന്നിട്ടുള്ള കല്യാണങ്ങളിൽ 99% ജാതിയില്ല. ഒരു റെവല്യൂഷനാണ്. കമ്മ്യൂണിസ്റ്റുകാർ പറയും ജാതിയില്ല എന്നൊക്കെ. അവർ പണവും ജാതിയൊക്കെ നോക്കിയേ പറയൂ. ജീവനുള്ള പൊരുത്തമാണ്. അമ്മയും അച്ഛനും വന്ന് ഗുരുവിനോട് ചോദിക്കുമ്പോൾ പാലക്കാട്ടിലുള്ള ഒരു ജാതിയിൽ ജനിച്ച ഒരാളായിരിക്കാം, തമിഴ്നാട്ടിലോ കന്യാകുമാരിയിലോ ഉള്ള ഒരാളായിരിക്കാം. അവരുടെ ജീവൻ പൊരുത്തം നോക്കിയിട്ടാണ് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. അമ്മയും അച്ഛൻ്റെ ഇഷ്ടത്തോടെ, ഒളിച്ചോട്ടൊക്കെ ഒന്നുമല്ല അത്. അത്ര ഡെപ്തായിട്ടുള്ള ഒരു ആശയത്താണ് ഇന്ന് ഒരു ശിഷ്യ എന്ന് പറഞ്ഞിട്ട് ഒരാളിനെ കൊണ്ടിരുത്തിയിട്ട് ഗുരുവിന് ലോകത്തിൻ്റെ അവസാനം വരെ ഒരു ഗുരുവേ ഉള്ളൂ. ലോകത്തിൻ്റെ അവസാനം വരെ ഒരേ ഒരു ഗുരു മാത്രമേ ഉള്ളൂ. അവിടെ ശിഷ്യൻ ഗുരുവാവില്ല, ഗുരുസ്ഥാനവും ഇല്ല, ശിഷ്യനെ നമസ്കരിക്കാൻ പാടില്ല. ഗുരുവിന് മാത്രം. ഇത് കൽപ്പാന്ത കാലത്തോളത്തുള്ള ആശയമാണ്. ഇതിനപ്പുറത്തൊരു ആശയം ഇല്ല. 1500 വർഷത്തിന് മുമ്പ് മുസൽമാൻ വന്നു, നബി പ്രവാചകൻ വന്നു. അതിനു മുമ്പ് ഒരു 500 വർഷത്തിന് മുമ്പ് ത്യാഗം, സ്വന്തം ശരീരം കൊണ്ട് ഇത്രയും ത്യാഗം അനുഭവിച്ച ഒരു മഹാത്മാവാണ് ക്രിസ്തുദേവൻ. എന്തിനു വേണ്ടി അനുഭവിച്ച കേട്ടാൽ ഈ ലോകത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി അനുഭവിച്ചതാണ്. ഇതെല്ലാം മറച്ചു വെച്ചിട്ടാണ് ഗുരു ഈ ഒരു ആശയത്തെ ഈ ലോകത്ത് തന്നത്. അതിനെയാണ് ഇവരിപ്പം ഇല്ലാതാക്കിയത്. അതിനെ തിരുത്താൻ വേണ്ടിയും വീണ്ടും ആ ആശയം ശാന്തിഗിരി ആശ്രമത്ത് നമുക്ക് വേറെ മറ്റേ പ്രൊട്ടസ്റ്റൻ്റ് ഉണ്ടായത്, മാർട്ടിൻ ലൂതർ ഉണ്ടാക്കിയതുപോലെ ഞങ്ങൾ CSC ഒന്നും ഉണ്ടാക്കാനല്ല നമ്മൾ പരിശ്രമിക്കുന്നത്. RCനും CSCയിലോട്ടൊരു വിഭാഗമുണ്ട്. അങ്ങനെയല്ല ഞങ്ങളേത്. ഞങ്ങൾക്ക് ശാന്തിഗിരി ആശ്രമം തിരിച്ചു വേണം. ഗുരു ഉണ്ടാക്കിയ അതേ ഭരണഘടന തിരിച്ചു വേണം. ഗുരു നിശ്ചയിച്ച ആ ദർശനം തിരിച്ചു വരണം. അതിനുള്ള ശ്രമമാണ് ഈ ഇത് സക്സസ് ആവത്തിന് ചെയ്യും. അതിന് ഒരു 2 എക്സാമ്പിൾ പറഞ്ഞാൽ നിർത്താം. കാരണം എല്ലാവരും വശക്കണ സമയമാണ്. ക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരുടെ ആളാണ് ഒരാൾ, പത്രോസ്. ഇവിടെ പൗലോസ് എന്ന് പറയാമായിരിക്കും, പത്രോസ് എന്ന് പറയാം. പത്രോസിൻ്റെ സ്വന്തം അച്ഛൻ മരിച്ചതായിട്ട് ഒരു ഇൻഫർമേഷൻ പറഞ്ഞുണ്ട്. അച്ഛൻ മരിച്ചുപോയി. പത്രോസ് ഒന്ന് ഗുരുവിനോട് ചോദിക്കുകയാണ്, ക്രിസ്തുവോട് ചോദിക്കുകയാണ്, പിതാവേ എൻ്റെ അച്ഛൻ മരിച്ചുപോയി, ഞാൻ ആ ചടങ്ങിൽ പങ്കെടുക്കണം. അപ്പം പിതാവ് ക്രിസ്തു പറയാണ്, മരിച്ചവൻ അടക്കട്ടെ. അതിൻ്റെ അർത്ഥം മരിച്ചവൻ, നിൻ്റെ അച്ഛൻ എന്നെ അറിഞ്ഞിട്ടും അറിയാത്തവനാണ്, എന്നെ നിഷേധിക്കുന്നവനാണ്, ആ മരിച്ചവന് സമമാണ്. അവിടെ എന്നെ അറിഞ്ഞിട്ടും അറിയാത്ത കുറേ ആൾക്കാരുണ്ട്, നാട്ടുകാരുണ്ട്, അവരടക്കിക്കൊള്ളു, നീ അവിടെ പോകണ്ട, നീ ജീവനുള്ളവനാണ്.
പരമാത്മാവായ ദൈവപുത്രനായ എന്നെ വിശ്വസിക്കുന്ന നീ, ശിഷ്യനായ നീ ജീവാത്മാവാണ്, നീ പോരുത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയില്ലെന്നാണ്. പത്രോസേ, നിൻ്റെ ആ വിശ്വാസത്തിൽ, നിൻ്റെ വിശ്വാസത്തിൽ പാറ പോലെ ഉറച്ച വിശ്വാസമാണ്, ആ വിശ്വാസത്തിൽ ഞാൻ പള്ളി പണിയുമെന്നാണ് ക്രിസ്തുവിൻ്റെ വചനം. അത്ര ഉറച്ച, പാറ പോലെ ഉറച്ച ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ആ 12 ശിഷ്യന്മാർ, എല്ലാവരും ഫിഷർമാനായിരുന്നു. മാക്സിമം ആൾക്കാർ ക്രിസ്തുവിൻ്റെ അറിവില്ലാത്തവരായിരുന്നു. അവരെ വച്ചിട്ടാണ് ഇന്ന് ലോകം ഒട്ടും സൂര്യൻ ഉദിക്കാത്ത രാജ്യം അവർ കെട്ടിപ്പടുത്തിയത്. മനസ്സിലാക്കണം, ആ കർമ്മശേഷിയാണത്. ആ മഹാത്മാവിനെ പിൻപറ്റിയത് കൊണ്ടാണ്. അടുത്ത് പറഞ്ഞാൽ ഇന്ന് മുസൽമാന്മാർ, നമുക്ക് നമ്മളെ പരമ്പരയിൽ 8 നേരത്തെ പ്രാർത്ഥന ഉണ്ട്. ആ ഒരു കർമ്മശേഷിയിൽ നമ്മൾ എത്തിയില്ല. നമ്മളൊരു 3 നേരം പ്രാർത്ഥിക്കും, 4 നേരം പ്രാർത്ഥിക്കും. നമുക്ക് പിന്നെ സമയം നോക്കും, 3 മണി, 12 മണി, 6 മണി, ഇതാണ് നമ്മുടെ സമയം. 8 യാമങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അത്രത്തോളമുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ജീവൻ ആയിട്ടില്ല എന്നുള്ളത് സത്യമാണ്. എന്നാൽ മുസൽമാന്മാരാണെങ്കിൽ 5 നേരം പ്രാർത്ഥിക്കും. ഈ 5 നേരം അവരുടെ നിസ്കാരം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ആണ്. ഏത് കടക്കാരും ഇവിടെ ഈ കോഴിക്കോട്ടൊക്കെ അവരെ നിറഞ്ഞ സ്ഥലമാണ്. വെള്ളിയാഴ്ച ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഹിന്ദുക്കളാണെങ്കിൽ ഒരു 5000 രൂപ ബിസിനസ്സോ 2000 രൂപ ബിസിനസ്സോ വന്നാൽ ക്ഷേത്രം നിർത്തിയിട്ട് ആ സാധനം എടുത്ത് കൊടുത്തിട്ട് അതിനുശേഷം ക്ഷേത്രത്തോട്ട് പോകും. വൈകുന്നേരം പോകാൻ നോക്കി. അവരതല്ല, 12 മണിക്ക് നിസ്കാരം ഉണ്ടെങ്കിൽ അവൻ കട അടച്ചിരിക്കുമെന്ന്. അത്ര അവരെ വളർച്ചയുടെ, അവരിന്ന് ഏത് തീവ്രവാദമൊന്നോ എന്തോ ആയിക്കൊണ്ട്, അവരെ ചിന്താഗതി എന്തോ ആയിക്കൊണ്ട്, എന്നാൽ അവരെ ജീവിത സ്റ്റൈൽ എന്ന് പറയുന്നത് ആ 5 നേരത്തെ നിസ്കാരം അവർക്കുണ്ട്. ഈ നിസ്കാരം ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോഴത്തേക്കും പ്രവാചകൻ നിസ്കാരത്തിൻ്റെ സമയം കുറിക്കുകയാണ്. ഇന്ന ദിവസം ഇങ്ങനെ ഒരു സംഭവമുണ്ട്, നമ്മൾ നിസ്കാരം ഉണ്ടാക്കണം, നിസ്കാരം ചെയ്തു തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് വചനം എഴുതി വെച്ചിട്ട് നാട്ടുകാരെ അറിയിക്കുകയാണ്. നാട്ടുകാരൊക്കെ വന്നു. പ്രമാണിമാരുണ്ട്, വലിയ എഴുത്തുകാരുണ്ട്, ബുദ്ധിജീവികളുണ്ട്, കവികളുണ്ട്, സാറുമാരുണ്ട്, ബിസിനസ്മാൻമാരുണ്ട്, സാമ്പത്തികമുള്ളവരുണ്ട്, സാധാരണ നമ്മളെപ്പോലെ ഇടനിലക്കാരുണ്ട്. എല്ലാവരും വന്ന് നിൽക്കുകയാണ്. എല്ലാവരും വെള്ളയും വസ്ത്രമൊക്കെ കൊടുത്ത് നല്ല ഭംഗിയുള്ള വസ്ത്രമൊക്കെ, കാരണം അത്രയുള്ള ഇമ്പോർട്ടൻസ് അല്ലേ, പ്രവാചകൻ പറഞ്ഞതല്ലേ. എല്ലാവരും വന്ന് നിൽക്കുകയാണ്. നിൽക്കുമ്പോഴത്തേക്കും പ്രവാചകൻ വന്ന് ആ സമയത്ത് അവിടെ വന്നു. എല്ലാവരും നോക്കുകയാണ്. നോക്കിയിട്ട് അടുത്തുള്ളൊരു ശിഷ്യനെ വിളിച്ചിട്ട് പറയും, കാതിൽ പറയും, ഒരാളിനെ വിളിച്ചുകൊണ്ട് വരാൻ പറയും. ഒരു മനുഷ്യൻ ആ സ്ഥലത്ത് വരും. നല്ല ഹൈറ്റുള്ള മനുഷ്യൻ, കറുത്ത ശരീരം, കറുത്ത കളറാണ്, വയറൊട്ടി ചാക്ക് കൊടുത്തിട്ട് ഒരു മനുഷ്യൻ വരും. അദ്ദേഹത്തിൻ്റെ തോളിൽ കൈവയ്ക്കും, നെഞ്ചോട് ചേർത്ത് നിർത്തിയിട്ട് ഈ മന്ത്രം പറഞ്ഞു കൊടുക്കും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ. ആ മന്ത്രമാണ് ഇന്ന് അടിമയാണ്. ബിലാൽ എന്ന് പറയുന്ന ഒരു അടിമയാണ്. മലയാള പാട്ടുകളിലൊക്കെ 1-2 പാട്ടുകളുണ്ട് ഈ ബിലാലിൻ്റെ പേര്, അല്ലേ? ബിലാൽ എന്ന് പറയുന്ന ഒരു പാട്ടുള്ള മലയാള സിനിമകളുണ്ട്. ബിലാലാണ് ആ അടിമയുടെ പേര്. അവിടെ അടിമ തൊഴിൽ ചെയ്യുന്ന ഒരാളിനെ വിളിച്ചിട്ടാണ് ഈ മന്ത്രം പറഞ്ഞു കൊടുക്കുന്നത്. മഹാന്മാർക്ക് സാമ്പത്തികമോ പൈസയോ ബുദ്ധിയോ ഒന്നുമല്ല, കർമ്മശേഷി ആരോ ഉണ്ടോ അവരെ വിളിച്ചിട്ട് ആ മന്ത്രം കൊടുക്കും. ആ മന്ത്രം അവിടെ സക്സസ് ആവും. ഇന്നും 1500 വർഷം ആയപ്പോഴത്തേക്കും ഇന്നും എന്ത് ചെയ്യുന്നു? ആ മന്ത്രം ലോകം ഒട്ടുമുള്ള ആൾക്കാർ നിസ്കാരത്തിന് മുമ്പ് ഈ മന്ത്രം പറയുന്നു. എല്ലാവരും നിസ്കാരത്തിന് ഒരുങ്ങുകയാണ്. ബസ്സിലിരുന്നാലും ട്രെയിനിലിരുന്നാലും ആ മുസൽമാൻ അവിടെ നിസ്കരിച്ചിരിക്കും. അതവൻ്റെ ജീവിത സ്റ്റൈലാണ്. ഇത് ഇന്ന് നമ്മൾ ചെയ്യാനുള്ളത്, നമ്മൾ ഗുരുവിനെ ശാന്തിരാശ്രമം ത്തുള്ള ഇന്നത്തെ ഭരണാധികാരികൾ ഗുരുവിനെ ഇത് ചെയ്യുന്നു, ഗുരുവിനെ മറന്നു, അല്ല ഗുരുവിന് റിബലായിട്ട് വേറെ ആളിനെ കൊണ്ട് വച്ചിരിക്കുകയാണ്. വീണ്ടും പഴയ ഹൈന്ദവ ധർമ്മത്തിലോട്ട് തന്നെ അവർ വീണ്ടും മാറാനുള്ള ശ്രമമാണ് എന്ന് നമുക്ക് മനസ്സിലായ ഗുരുവിശ്വാസികൾ എന്ത് ചെയ്യുന്നു എന്ന് കേട്ടാൽ, അവർ തമ്മിൽ തന്നെ വലിയ ബുദ്ധിമാന്മാരാവേണം, അവർ തമ്മിൽ തന്നെ ആശയപരമായിട്ട് വലിയവരാവേണം. അതിനെ മാറ്റി നിർത്തുക ഒന്ന്. എൻ്റെ ക്ഷണമാണത്. ഇതൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഈ ബിലാലിനെ പോലത്തെ ദാസനാവുക. അടിമയാണോ? ഈ ബിലാലിനെ പോലെ നമ്മൾ ജീവിക്കണം. അല്ലെങ്കിൽ പത്രോസിനെ പോലെ നമ്മളൊരു അച്ഛൻ ഒരു ബന്ധു മരിച്ചാൽ ഇന്നത്തെ ഗുരുജയന്തിക്ക് വരില്ല. വിളിച്ച് പറയും, എൻ്റെ ഒരു ബന്ധു മരിച്ചിട്ടുണ്ട്, ഗുരുജയന്തി ഇത് ചെയ്യില്ല. അതല്ല, ബന്ധു മരിച്ചാൽ എൻ്റെ ഗുരുവിൻ്റെ ഇതാണ്, ഇത് ഈ വർഷം വിട്ടാൽ അടുത്ത് കിട്ടൂല. ബന്ധു 40-50 വർഷത്തെ ഒരു ജീവിത ഇതാണ്. ഇത് മഹാഗുരുവാണ്. ഒരു ശാന്തിരാശ്രമത്തിൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ബന്ധുവിൻ്റെ കാര്യമോ ബിസിനസ്സോ ഇന്നൊരു 5 ലക്ഷം രൂപ ബിസിനസ്സല്ല. ഇന്ന് ഗുരുവിൻ്റെ ജനന ദിവസമാണ്. ഗുരുവിനെ ലോകത്ത് ദൈവം തന്ന ദിവസമാണ്. ആ ദിവസം നമ്മൾ എന്ത് ചെയ്യണം? ആ സ്ഥലത്ത് നമ്മൾ സാന്നിധ്യരാവണം എന്നുള്ള ചിന്തയോടുകൂടി ഗുരു ഒരു വാക്ക് പറയാറുണ്ട്. അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. പല സ്ഥലത്തായിട്ട് ഒരു പറമ്പിൽ 25 അടി കുഴിച്ചാൽ വെള്ളം കിട്ടില്ല, ഒരു 4-5 കുഴി കുഴിച്ചാൽ വെള്ളം കിട്ടില്ല. ഒരു 100 അടി കുഴിക്കണം. അവിടെ കളിമണ്ണ് കാണും, അവിടെ പാറകൾ കാണും. ഇതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ശുദ്ധജലം കിട്ടുന്നത്. അങ്ങനെ ഈ പല സ്ഥലത്തായിട്ട് നമ്മളെ വിശ്വാസികൾ ഈ ഗുരുവിനെ അറിഞ്ഞ് ഗുരുവിനെ യഥാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന ശാന്തിയിൽ പറ്റ അപജയത്തെ മനസ്സിലാക്കിയ ആത്മബന്ധുക്കൾ ഈ മെസ്സേജ് മനസ്സിലാക്കുക. ഈ പല സ്ഥലത്തായിട്ട് നിൽക്കണമല്ല, നമ്മളെല്ലാവരുടെയും ഈഗോ മാറ്റി വെച്ചിട്ട് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് നിന്ന്
ഈ അപജയത്തിനെതിരായിട്ട് നമ്മൾ പ്രവർത്തിക്കാമെങ്കിൽ 98ാമത് ജയന്തിയാണ്. 2000 ജയന്തി എന്ന് പറയുമ്പം ഗുരു നിശ്ചയിക്കണം. മനുഷ്യശക്തിക്കപ്പുറത്ത് ഒരു ശക്തിയും ഇവിടെ പ്രവർത്തിക്കാൻ വെക്കില്ല, ഒരു അധികാരവർഗവും പ്രവർത്തിക്കാൻ വെക്കില്ല, ഒരു സാമ്പത്തിക വർഗവും പ്രവർത്തിക്കാൻ വെക്കില്ല, ഒരു വലിയവനും അവിടെ ഇല്ല. അവിടുത്തെ സെക്രട്ടറി ഒന്നും അങ്ങനെയൊന്നും ചലിക്കാൻ വെക്കില്ല. ഒന്നടങ്കം കയറി അവിടെ ഭരണം ഏറ്റെടുക്കും. അവിടെ അടിയോ പിടിയോ ചണ്ടയോ വഴക്കോ ഒന്നുമല്ല, ആശയമാണ് അവിടെ. നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു കഴിവ് നമുക്ക് ദൈവം തരും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഇതിന് പിലാലിനെ പോലെ 100 കണക്കിന് പിലാൽമാരുണ്ട് ഈ നമ്മളെ ഈ കൂട്ടത്തിലുണ്ട്. ഗുരു ആശ്രമത്തിൽ നടന്ന തെറ്റുകൾ മനസ്സിലാക്കിയ ആൾക്കാരുണ്ട്. ഗുരുവിൻ്റെ ദാസന്മാരുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാവരും ചേരണം, പ്രാർത്ഥിക്കണം. അവിടെ കമ്പോ അടിയോ വിട്ടോ കുത്തോ ഒന്നുമില്ല. പ്രാർത്ഥന ചെയ്തിട്ട് കർമ്മം ചെയ്താൽ ആ കർമ്മത്തിന് കൂടെ ഗുരു നിൽക്കും. അല്ലാതെ വീട്ടിലിരുന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കും ഗുരു നോക്കിക്കോളും, നടക്കില്ല അത്. ഇന്നിതായി നമുക്ക് 500 വിശ്വാസികളുണ്ട് എനിക്കറിയാമെന്നുള്ളത്. 500 പേർക്ക് ഈ വിഷയം അറിഞ്ഞിട്ട് ഡെപ്തായിട്ട് ഇതിനെ ഈ ആശയത്തെ പുനഃസ്ഥാപിക്കണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ വന്നിട്ടുള്ള 10, 50, 30 ആൾക്കാരേ ഉള്ളൂ. അതല്ല, എല്ലാവരും ചേർന്ന് നിന്ന് പ്രവർത്തിക്കണം. എല്ലാവരും ചേർന്ന് നിന്നാൽ ആ സ്ഥലത്ത് ഗുരു സാന്നിധ്യം ഉണ്ടാവും, അവിടെ സ്ട്രെങ്ത് ഉണ്ടാവും, ദൈവത്തിൻ്റെ കാരുണ്യം ഉണ്ടാവും, നമുക്കവിടെ സക്സസ് ആവാൻ നോക്കും. ഇന്നത്തെ ദിവസം ഈ ഒരു ഫംഗ്ഷന് വേണ്ടി വന്നിട്ടുള്ള എല്ലാ ആത്മബന്ധുക്കൾക്കും ഗുരുകാരുണ്യം ഉണ്ടാവട്ടെ. എനിക്ക് അതിനെ ആശംസ പറയാനുള്ള അർഹതയൊന്നുമില്ല. അത് ഗുരു നമുക്ക് എല്ലാവർക്കും തരേണ്ടതെല്ലാം അതാത് സമയങ്ങളിൽ നമ്മളെ പിള്ളേർക്കും നമ്മളെ പരമ്പരയ്ക്കും തന്നോളും എന്ന് പറഞ്ഞിട്ട് എൻ്റെ വാക്കുകൾ എൻ്റെ ഗുരുവിൻ്റെ തൃപ്പാദങ്ങൾ സമർപ്പിക്കുകയാണ്. സദ്ഗുരുവേ ശരണം. സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു. നമ്മുടെ യോഗ പരിപാടികൾ അവസാനിക്കുകയാണ്. ഈ യോഗത്തിൽ കൃതജ്ഞത ഔദ്യോഗികമായി രേഖപ്പെടുത്തുന്നതിന് ശ്രീ രാജേഷ് കെ, ഗുരുമാർഗം പ്രകാശ് സഭയുടെ എക്സിക്യൂട്ടീവ് അംഗമാണ്, അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സദ്ഗുരുവേ ശരണം. പ്രിയ ആത്മബന്ധുക്കളെ, ഞാൻ അറിയുന്ന കുറച്ച് എൻ്റെ നാട്ടുകാരായ ആളുകളുണ്ട്. കണ്ടതിൽ ഒരുപാട് സന്തോഷം. കഴിഞ്ഞ വർഷവും നമ്മളെല്ലാമായ ഗുരുവിൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു ജില്ലയാണ് കോഴിക്കോട്. ഒരു കാരണത്താൽ ഈ വർഷവും നമുക്ക് ഗുരുവിൻ്റെ ഈ 98ാം ജന്മദിനം നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ ആഘോഷിക്കുകയാണ്. നമുക്കെല്ലാം കാര്യങ്ങളൊക്കെ ഒരുവിധം എല്ലാം അറിഞ്ഞു. ഈ തവണയും കോഴിക്കോട് വെച്ച് ഈ ഒരു ഗുരു ജയന്തി ആഘോഷിക്കുന്നത് ആ വിവരം കേട്ട സമയത്ത് നമ്മളിൽ ചില ആത്മബന്ധുക്കളൊക്കെ തന്നെ എവിടേക്കോ അവരിൽ എന്തോ ഒരു നെഗറ്റീവ് എനർജി എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ നമ്മളെല്ലാവരും അത്തരത്തിലുള്ള എനർജികളിൽ പിടിപെടാൻ ഏത് സമയം സാധ്യതയുള്ള ആളുകളാണ്. അതുകൊണ്ട് അവരെ ഞാൻ കുറ്റം പറയല്ല. അവരുടെ ഉള്ളിൽ തോന്നിയ ഒരു ചിന്ത, ഇത് ആർക്കോ എന്തോ ഒന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടി നമ്മളെ തലയിലിടുകയാണ് എന്നുള്ളൊരു രീതിയിലുള്ളൊരു സംസാരം ഉണ്ടായിരുന്നു നമ്മുടെ കൂടെയുള്ള ആളുകൾ. പക്ഷേ അവർക്ക് അറിയുന്നില്ല നമുക്ക് കിട്ടിയ ആ ഒരു ഭാഗ്യം, കോഴിക്കോട് നിന്ന് വീണ്ടും കിട്ടിയ ഒരു ഭാഗ്യം നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ കിട്ടിയൊരു അവസരം, അത് ആ രീതിയിലാണ് കാണേണ്ടത് എന്നുള്ളൊരു അറിവുകേട് അവർക്കില്ലാതെ പോയി. അതുമായി ബന്ധപ്പെട്ട് അവരുടേതായ രീതിയിൽ എന്തൊക്കെയോ കുറേ തെറ്റിൻ്റെ കൂടെ ചില അവരുടേതായ ശരികളിലൂടെ അവരിങ്ങനെ പോവുകയാണ്. എന്തായാലും നമ്മൾ കോഴിക്കോട് എന്ന് പറയുമ്പം ഞാൻ അറിഞ്ഞത്, ഞാൻ ഈ ഒരു ആശയത്തിലേക്ക് വന്ന് അധിക നാളായില്ല എങ്കിൽ പോലും നമുക്ക് ഗുരുവിന് ഈ കോഴിക്കോടുകാർ ചെയ്ത എന്തോ ഒരു വലിയൊരു തെറ്റ്, ഒരു അപരാധം നമ്മുടെ ഉള്ളിലൊക്കെ ഒരു കറയായി ഇരിക്കുന്നുണ്ട്. കേട്ട സമയത്ത് വളരെ ദുഃഖം തോന്നിയ ഒരു സംഭവമായിരുന്നു അത്. അപ്പം അതിനു വേണ്ടി നമുക്കൊരു പ്രായശ്ചിത്യമായിട്ട് ഈ ഗുരു ജയന്തി കൂടി നമ്മളാൽ കഴിയുന്ന രീതിയിൽ, എന്നാൽ പോലും അത് തീരുമെന്ന് എനിക്ക് അറിയില്ല, എന്നാൽ പോലും ഗുരുവിനോടുള്ള ഒരു അപേക്ഷ പ്രാർത്ഥനയോടുകൂടി നമുക്ക് കിട്ടിയ ആ ഒരു അവസരം, ആ തെറ്റ് തിരുത്താനുള്ള ഒരു സഹായമായി മാറ്റാനുള്ള ഒരു ചിന്തയാണ് ഞങ്ങളെപ്പോലുള്ള കുറേ ആത്മബന്ധുക്കളിൽ ഉണ്ടായത്. അതുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും നമ്മൾ ഈ ഒരു വർഷവും നമ്മളെ ഗുരുജയന്തി നമ്മൾ ഏറ്റെടുത്തതും. ഇത് നമ്മൾ ഈ ആശ്രമത്തിലുള്ള അനീതിയും ഈ പറയുന്ന ഗുരുവിൻ്റെ ആശയങ്ങൾക്കെതിരായി പോകുന്ന ആ പൈശാചികത്തിൻ്റെ പിടിയിലുള്ള ഈ അവസ്ഥ നമ്മളെക്കൊണ്ട് ഈ ജന്മത്തിലാവോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല.
പക്ഷെ നമ്മളെല്ലാവരും ഒരു ശരിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഒരു റിലേ പോലെ നമ്മൾ കുറേ ഓടുകയാണ്. നമ്മളെ പുറകിൽ ഇനി കുറേ ആളുകൾ ആ ബാറ്റൺ പിടിച്ച് ഓടേണ്ടവരാണ്. അവർ നാളെ തീർച്ചയായിട്ടും ആയിരക്കണക്കിനായി മാറി നമ്മളെ കൂടെ ആ ബാറ്റണുമായി ഓടി ഈ ഒരു വിജയത്തിൽ എത്തും എന്നുള്ള ഒരു പ്രാർത്ഥനയും ശുഭാപ്തി വിശ്വാസവുമാണ് നമ്മൾ ഓരോരുത്തർക്കുള്ളത്. അവർക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ കാലിന് അസുഖമായാലും തലവേദന ആയാലും പ്രശ്നങ്ങളായാലും എന്തെല്ലാം തരത്തിലുള്ള പ്രയാസങ്ങളായാലും നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് അസുഖങ്ങളുള്ള ആളാണ് നമ്മുടെ പ്രിയ ഇത്രയും പ്രായമായിട്ട് നമ്മുടെ പ്രസിഡന്റ്. ഇവരൊക്കെ ഓരോരുത്തരും ഓരോ പ്രയാസങ്ങളൊക്കെ കണ്ട് ഇതിൻ്റെ കൂടെ നിൽക്കുന്നത് ഈ ഒരു വേദന അറിഞ്ഞുകൊണ്ട് ഈ സത്യത്തിനു വേണ്ടി നമ്മൾ നൊന്ത് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഈ ഒരു അവസരം ഇവിടെ കിട്ടി. ഏതായാലും ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ മുന്നിലുള്ള ഒരു കടമ എന്ന് പറയുന്നത് ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഗുരുജയന്തിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഈ ഒരു ചടങ്ങ് അധ്യക്ഷം വഹിച്ചത് നമ്മളെല്ലാം പ്രിയപ്പെട്ട ശശി ഉദയഭാനു സാറാണ്. അദ്ദേഹത്തിന് നിങ്ങളെല്ലാവർക്കും വേണ്ടി ഈ സംഘടനയ്ക്ക് വേണ്ടി ഞാനും പ്രത്യേകം കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. അതുപോലെ നമുക്കറിയാം നമ്മളെ മണിയേട്ടൻ ഈ ഒരു ആശയത്തിൽ വന്ന് കുറേ വർഷങ്ങളായി. ഇതിൻ്റെ എല്ലാ ഉള്ളുകളികളും എല്ലാ കാര്യങ്ങളും അറിയെങ്കിലും വളരെ സൈലൻ്റായിട്ട് എല്ലാം നോക്കിക്കണ്ട് വളരെ നിശബ്ദനായി പറയേണ്ട സമയത്ത് മാത്രം പറഞ്ഞ് ഒന്നും ഓപ്പൺ ആവാതെ ഇതിൻ്റെ ഉള്ളിലൂടെ ആ ഒരു സത്യത്തിൻ്റെ വഴിയിലൂടെ നടന്ന് ഇവിടെ വരെ എത്തി നമ്മളെല്ലാം ചേർത്ത് പിടിച്ച് കൊണ്ടുപോകുന്ന നമ്മുടെ മണിയേട്ടനാണ് ഇന്നത്തെ നമ്മുടെ ഇതിന് സ്വാഗതം പറഞ്ഞത്. ഈ ഒരു സ്വാഗതം പറഞ്ഞതിന് അദ്ദേഹമാണ്. അദ്ദേഹത്തിന് നമുക്ക് നിങ്ങളെല്ലാവർക്കും വേണ്ടി ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. അതുപോലെ നമ്മളെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത റീസ മാഡത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഉണ്ട്. നേരത്തെ നമ്മളെ അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപാട് അറിവുകളും അതുപോലെ നല്ല രീതിയിൽ തന്നെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടത് കറക്റ്റായിട്ട് നമ്മൾ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ കാര്യം ഗുരുകാരുണ്യം കൊണ്ട് അത് തന്നെ അവരിലൂടെ ആ ഒരു വാക്ക് നമുക്കെല്ലാം കേൾക്കാൻ കഴിഞ്ഞു. കൂടുതൽ ഗുരുവിനെ മനസ്സിലാക്കാനും ഗുരുവിൻ്റെ ആശയങ്ങൾ എന്താണെന്ന് കൂടുതൽ പഠിക്കാനും ഒരുപാട് ഈ ഒരു പഠനവും ഇത്തരം ഡിഗ്രികളും അതുപോലെ ഒരുപാട് ഉപഹാരങ്ങളും നേടിയിട്ടുള്ള ഈ ജീവിതയാത്രയിൽ മാഡം ഇതിനുകൂടി കുറച്ചുകൂടി മനസ്സിലാക്കാനുള്ള ഒരു അവസരവും വേദിയും അനുഗ്രഹവും ഈ ഒരു ഇതിലൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഗുരുവിനെക്കുറിച്ച് കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും ഈ ഒരു ആശയം എന്താണെന്ന് മനസ്സിലാക്കാനും മാഡത്തിന് ആവട്ടെ. മാഡത്തിനും ഈ ഒരു യോഗത്തിൻ്റെ പേരിൽ നിങ്ങളെല്ലാവർക്കും വേണ്ടി ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. അതുപോലെ നമുക്കിവിടെ ഗുരുജയന്തിക്ക് വേണ്ടി ആശംസ അറിയിപ്പിക്കാമെന്നത് ജഗത്മയൻ ചന്ദ്രപുരിയ സാറാണ്. സാറ് വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ ആശയത്തിൻ്റെ അപച്യുതിയും അതുപോലെ നമ്മുടെ ലോകത്ത് നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മൂല്യച്യുതിയൊക്കെ കുറിച്ച് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കി തന്നു. നമ്മൾക്ക് ഒരു ധൈര്യവും തന്നിട്ടുണ്ട്. നിങ്ങൾ പോരാടണം, നിങ്ങൾ സത്യത്തിൻ്റെ കൂടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ആ ഒരു മോട്ടിവേറ്റ് ചെയ്ത് നമ്മളെ നല്ല രീതിയിൽ തന്നെ ഇതിനു വേണ്ടി നല്ലൊരു ആശംസ അറിയിച്ച ഈ സാറിന് നിങ്ങൾക്ക് വേണ്ടിയും ഈ നമ്മുടെ GPS-ന് വേണ്ടിയും ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. അതുപോലെ നമ്മളെ ആശംസ അറിയിക്കാൻ വന്ന അർജുൻജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആശ്രമത്തിലെ വളരെ പഴക്കം ചെന്നൊരു കുടുംബത്തിലെ അംഗമാണ്. അദ്ദേഹം ആശ്രമത്തിലെ ഒരുവിധം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഇതുപോലെ ഗുരുമഹിമ ശാന്തിമഹിമ പോലുള്ള കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് മുന്നോട്ട് പോയി കൊണ്ടിരുന്നൊരു മഹത് വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തീർച്ചയായിട്ടും ഇന്നത്തെ നമ്മളെ ഈ ഒരു ഗുരുജയന്തിയുടെ ഈ ഒരു യോഗത്തിന് വളരെ വിലപ്പെട്ടതാണ്. വളരെ സന്തോഷം ഇന്നത്തെ ഈ ഒരു യോഗത്തിൽ വന്ന് നമുക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ഗുരുജയന്തി ആശംസകൾ അറിയിപ്പിച്ചതിന് വേണ്ടി അദ്ദേഹത്തിനും ഈ യോഗത്തിന് വേണ്ടി ഈ നമ്മുടെ GFS-ൻ്റെ പേരിലും എൻ്റെ പേരിലും ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ആനന്ദേട്ടൻ കന്യാകുമാരി ജില്ലയിൽ നിന്ന് ഇവിടെ വരെ എത്തി. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ നമുക്ക് മനസ്സിലാവും. ആ വേദനയും വാക്കുകൾ എവിടെയോ ഇടറിപ്പോയി. കാരണം അത്രയും തീവ്രമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു വന്ന ഒരുപാട് ആത്മബന്ധുക്കളുണ്ട്. അപ്പം
അവരോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ധൈര്യമായിട്ട് നമ്മളെ കൂടെ, നിങ്ങൾ ഈ ഒരു നിമിഷം നിങ്ങൾ ഇത് മനസ്സിലാക്കി വന്നില്ലെങ്കിൽ അത് വലിയൊരു അപരാധമായി മാറും. അതുകൊണ്ട് ഞാനിത് പറയുന്ന സമയത്ത് ഒരൊറ്റ വാക്ക് ചേർക്കണം. ഞാനിതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് ഒരാൾ ഇതുപോലെ ഞാൻ ഈ കാര്യം സത്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് ഒരാത്മബന്ധു പറയാണ്, അതെല്ലാം ഗുരു നോക്കിക്കോളൂ, നമ്മളത് നോക്കണ്ട, ഇവിടെ പലതും ഉണ്ട്, പല കാര്യങ്ങളൊക്കെ പറയുന്നത് ശരിയാണ്, അതൊക്കെ ശരിയാണ്, അതൊക്കെ ഗുരു നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു പുള്ളിൻ്റെ അടുത്ത്, സാറ് ഈ പറയുന്ന ആശ്രമത്തിലേക്ക് കയറി പോകുന്ന സമയത്ത് വഴിയിലൊരു വലിയ മുള്ള് കിടക്കുന്നുണ്ട്, അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. അപ്പോൾ ആ മുള്ള് അവിടെ നിൽക്കുന്ന സമയത്ത് സാറ് എന്താ പറയുക, ഗുരു വന്നത് മാറ്റുമെന്നാണോ പറയേണ്ടത്, അല്ലെങ്കിൽ ആ മുള്ളെടുത്ത് മാറ്റുമെന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞ പോലെ നമ്മൾ പോണ വഴിയിൽ, ഗുരുവിൻ്റെ വഴിയിൽ നമ്മൾ ഗുരുവിൻ്റെ കൈയായി മാറി ആ മുള്ളെടുത്ത് മാറ്റണം. അല്ലാതെ ഗുരു വന്ന് അത് ചെയ്യും എന്നുള്ള ആ വിഡ്ഢിത്തരത്തിൽ നിങ്ങൾ ജീവിക്കാതെ ഈ സത്യത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കാൻ നിങ്ങളെ ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഈ ഒരു ഗുരുജയന്തിക്ക് ആശംസ അറിയിപ്പിച്ച നമ്മുടെ പ്രിയ ആനന്ദേട്ടനെ എൻ്റെ പേരിലും GPS-ൻ്റെ പേരിലും കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. കൂടാതെ നമ്മുടെ ഇന്നത്തെ ഇതിൽ ഗുരുജയന്തി ഗുരുവിൻ്റെ സന്ദേശം വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ജനറൽ സെക്രട്ടറി വളരെ മനോഹരമായിട്ട് ഒരുപാട് അറിവുകൾ നമുക്ക് അറിയാൻ, എൻ്റെ വീട്ടിൽ വെച്ച് നടന്ന സത്സംഗിലൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സാന്നിധ്യം വളരെ നല്ല രീതിയിലുണ്ടായിരുന്നു. നമ്മളെ ഭാര്യയ്ക്കാണെങ്കിലും പുതിയ കുറേ കുടുംബങ്ങൾക്കൊക്കെ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ, ഗുരുവിലൂടെ ആ കിട്ടിയ അറിവുകൾ വളരെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട അജിത്തേട്ടന് എൻ്റെ പേരിലും GPS-ൻ്റെ പേരിലും നിങ്ങളെല്ലാവരുടെ പേരിലും ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഇനി സദസ്സിന് ഇവിടെ എത്തിയ കുറേ ദൂരെ നിന്ന് ഇന്നലെ ഉറക്കഴിഞ്ഞെത്തിയ ഒരുപാട് പേരുണ്ട്. അതുപോലെ നമ്മളൊക്കെ ചെറിയ ഒന്ന് വരണേ എന്ന് പറഞ്ഞ സമയത്ത് വന്ന കുറേ പ്രിയ ആത്മബന്ധുക്കളും അല്ലാതെ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. നിങ്ങളൊക്കെ ഈ ഒരു സമയത്തും ഇവിടെ വന്നിരിക്കാൻ എന്തോ ഒരു ഗുരുകാരുടെ ഒരു നിയോഗമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ ജീവിതത്തിൽ ഈ ഗുരുവിനെ കുറിച്ചൊക്കെ ഒന്ന് അറിയാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ള ഒരു ആയി തീരട്ടെ ഈ ഒരു ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു നിമിഷങ്ങളെന്ന് മാത്രം ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇവിടുത്തെ ഈ നമുക്ക് തന്ന ഈ ഒരു ഹോളിൻ്റെ അധികൃതരോടും അതുപോലെ ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ബാലേട്ടൻ, അതുപോലെ സുമോദ്, നമ്മളെ എന്താ പറയുക വിജയേട്ടൻ, ഓരോരുത്തരെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ഒരുപാട് ആളുകളുണ്ട്. മാതൃമണ്ഡലത്തിൻ്റെ ഇന്നത്തെ ഇവിടെ ഇതൊക്കെ ഒരുക്കി ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്തത് എല്ലാവരോടും ഗുരുനാമത്തിൽ ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരോടും എൻ്റെ പേരിലും GPS-ൻ്റെ പേരിലും ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. വളരെ ശാന്തസുന്ദരമായതും ഭക്തി നിർഭരവുമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മുടെ ഈ ഗുരുജയന്തി ആഘോഷം ഈ വർഷം നടന്നത്. ധാരാളം അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനും വിശ്വാസികളെ കൂടുതൽ അടുത്തറിയുവാനും ഒക്കെ ഈ സന്ദർഭവും ഉപയോഗപ്പെട്ടു. എല്ലാവർക്കും ഗുരുകാരുണ്യം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നിവിടുത്തെ ഈ ജയന്തി സമ്മേളന പരിപാടി ഇവിടെ അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു. സത്യപ്രദായ നമഃ. ഓം കരുണാകരഗുരു പരബ്രഹ്മണേ നമഃ. ഓം ശ്രീ കരുണാകരഗുരു സത്യപ്രദായ